بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ كن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون الصلاة والسلام عليك يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله ارتكبت على الخطا غير حسير وعدد لك أشكو فيه يا سيدي خير النبي കുറ്റം ചെയ്തു അനവധി പാപി ഞാൻ റസൂലരേ കുണ്ഠിതപ്പെട്ടങ്ങയിൽ ശരണം തരണം ദൂതരേ അസ്സലാത്തു അലൻ നബി الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي نظر أمنادنا ശുഭാശയേകി കനിയണം നഷ്ടമായാൽ ഞങ്ങളിൽ നിത്യാകഷ്ടം ദോദരേ അസ്സലാത്തു അലൻ നബി الشفيع الأبصحي والحبيب العربي ആദരണീയരായ സാദാത്തുക്കളെ, ഈ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഹ്രസ്വമായ വാക്കുകളിലാണെങ്കിലും വർത്തമാനകാലത്ത് കനപ്പെട്ട സന്ദേശങ്ങളായി നമ്മോട് ഒത്തിരി സമയം കാര്യങ്ങൾ പങ്കുവച്ച SSFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിത വ്യക്തിത്വവുമായ റസാഖ് സഖാഫി അവറുകളെ, സ്റ്റേജിലും സദസ്സിലുമുള്ള ശ്രേഷ്ഠരായ പണ്ഡിതരെ, മാന്യ കാരണവന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സുന്നി ജമഅത്തുൽ മുഅല്ലിമീൻ 409 റേഞ്ചുകളിലായി നടത്തിവരുന്ന റേഞ്ച് സമ്മേളനങ്ങളുടെ ഭാഗമായി തെയ്യാല റേഞ്ച് സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ധാർമ്മികത നാടു നീങ്ങരുത്, എല്ലാവരും ആശിക്കുന്ന, ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമ്മേളനങ്ങൾ നടന്നു വരുന്നത്.
ഈ പ്രമേയത്തിന്റെ വർത്തമാനകാല പ്രസക്തി ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. വെളിച്ചം അണയുകയും ഇരുട്ട് പരക്കുകയും ചെയ്യുന്ന കാലമാണ് നമ്മുടെ കാലം. എല്ലാവിധ നന്മകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തിന്മകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹങ്ങളും സന്തോഷങ്ങളും നമുക്കിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അക്രമവും വെറുപ്പുമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കലികാലത്ത് വളരെ ശ്രദ്ധേയമാർന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് റേഞ്ച് സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാടെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിലുള്ള രീതിയും സ്വഭാവവുമല്ല ഓരോ നാട്ടിൻ പുറങ്ങളിലും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അധാർമികതയുടെ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നാം എന്ന് പത്രം എടുത്തു വായിക്കുകയാണെങ്കിൽ ഈ അടുത്ത് കുട്ടികൾക്ക് ലേഹ്യം വിതരണം ചെയ്യുന്ന ഒരു ടീമിനെ പിടിക്കുകയുണ്ടായി. എന്ത് ലേഹ്യമാണ് അവർ വിതരണം ചെയ്യുന്നത്? ആട്ടിൻ ലേഹ്യമല്ല, കഞ്ചാവ് ചേർത്തുകൊണ്ടുള്ള ലേഹ്യം. ആരും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല, പെട്ടെന്ന് പിടിക്കപ്പെടില്ല. ആ നിലയിലുള്ള വസ്തുക്കളൊക്കെ പ്രത്യേകിച്ച് കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിൽപ്പന സജീവമാകുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം. ഇവിടെയാണ് പ്രത്യേകിച്ച് മദ്രസ ഉസ്താദുമാർ അവര് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ ശമ്പളത്തിന് വലിയ സേവനം ചെയ്യുന്ന ആളുകളാണ്. പൊതുവിൽ മദ്രസകളൊക്കെ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഒരു ഭാഗത്ത് മദ്രസകള് ഭീകരവാദത്തിന്റെ കേന്ദ്രമാണ്, മദ്രസകളാണ് ഇവിടെ തീവ്രവാദം പഠിപ്പിക്കുന്നത് എന്ന് കല്ലുവെച്ച നുണ ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നത് വളരെ ഒരു പബ്ലിക്കായ സ്റ്റേജിലാണല്ലോ. ഈ പരിപാടി പല മതസ്ഥരും കേൾക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട്, അന്യമത സുഹൃത്തുക്കളോട്, സത്യത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലായി ആയിരക്കണക്കിന് മദ്രസകൾ കേരള സംസ്ഥാനത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെയായി നടക്കുന്നുണ്ട്. ആ മദ്രസകളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ രാജ്യത്തിന് നിരക്കാത്ത ഒരു അര വരി പോലും ഈ മദ്രസ പാഠപുസ്തകങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മറിച്ച് അയൽവാസിയെ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, അവനെ പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകത, മുതിർന്നവരെ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ടതിന്റെ അനിവാര്യത, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ചെറുപ്രായത്തിലുള്ള മക്കളിൽ നന്മ വളർത്താൻ ആവശ്യമായ പാഠങ്ങളാണ് ഈ മദ്രസകളിലൊക്കെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. എന്നാൽ ഒരു കാര്യം ഞാൻ മറക്കുന്നില്ല, മതങ്ങളുടെ പേരിൽ പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, മുസ്ലിം നാമധാരികളാൽ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിവരം അറിഞ്ഞാൽ അതെല്ലാം ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ എഴുതി ചേർക്കുന്ന പ്രവണത ഒരിക്കലും ശരിയല്ല. ഇപ്പൊ നമുക്കറിയാം, ലോകത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്. പത്രങ്ങളിലൊക്കെ നമ്മൾ എന്നും വായിക്കുന്ന ചില പേരുകളുണ്ട്. അബൂബക്കർ ബഗ്ദാദി നേതൃത്വം നൽകുന്ന IS, അതേപോലെ ഐമൻ ലവാഹിരിയുടെ അൽ ഖ്വായിദ, അബൂബക്കർ ഷെഖോവയുടെ ബോക്കോ ഹറാം, ഇങ്ങനെ തുടങ്ങി നമുക്ക് കേട്ടുകേൾവിയുള്ളതും പരിചയമില്ലാത്തതുമായ മനുഷ്യരെ കൊല്ലുന്ന ഒരുപാട് സംഘടനകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ആ സംഘടനകളുടെ നേതൃനിരയിലുള്ളവർ മുസ്ലിം പേരുള്ള ആളുകളായതുകൊണ്ട് ഇതെല്ലാം ഇസ്ലാമിക തീവ്രവാദമാണ്,
എന്നാരും തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുമല്ലോ, ഈ തീവ്രവാദത്തെ, ഭീകരവാദത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് മുസ്ലിം നാമധാരികളല്ല. മറിച്ച് ചരിത്രം വായിച്ചാൽ ബോധ്യപ്പെടും, റോമൻ കത്തോലിക്കക്കാരാണ് ആദ്യമായിട്ട് അപ്പണി ചെയ്തിട്ടുള്ളത്. വളരെ വ്യക്തമായി നമുക്ക് അറിയാൻ കഴിയും. ഐറിഷ് റിപ്പബ്ലിക്കൻ ബ്രദർഹുഡ്, അമേരിക്കൻ ഫെനിയൻ ബ്രദർഹുഡ്, ഈ രണ്ട് സംഘടനകള് ലോക തലത്തിൽ കാണിച്ചിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങളുടെ ചരിത്രം വായിക്കാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, 1967 മുതൽ പ്രവർത്തന മേഖലയിലുള്ള LTTE പ്രഭാകരൻ, അദ്ദേഹം ഈ സമുദായത്തിന്റെ മെമ്പർ അല്ലല്ലോ? അല്ല. ഞാൻ ചോദിക്കട്ടെ, അതേപോലെ നമുക്കറിയാം ആസാമിലെ ഉൽഫ തീവ്രവാദികൾ, അവരാരാണ്? അവര് ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ളവരാ. എന്നുകൊണ്ട് ആരെങ്കിലും ഹിന്ദു മതം അല്ലെങ്കിൽ സംസ്കാരം എന്തു പറഞ്ഞാലും കുഴപ്പമില്ല, ആ ഹിന്ദു മതം ഇവിടെ തീവ്രവാദം പഠിപ്പിക്കുകയാണെന്ന് ആസാമിലെ ഉൽഫ തീവ്രവാദികളെ നോക്കിയിട്ട് പറയാൻ കഴിയോ? പ്രഭാകരനെ നോക്കിയിട്ട് പറയാൻ കഴിയോ? എന്തുകൊണ്ട് ഇതേ മെയിന്റ് ഈ ലോകതലത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ചില നിറവും അവരുടെ ചില പേരുകളൊക്കെ വെച്ചു നോക്കി ഈ മതത്തെ എന്തിനാണ് പ്രതിപ്പട്ടികയിൽ നിർത്താനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നത്? പക്ഷെ ഒരു കാര്യം ഞങ്ങൾ സങ്കടത്തോടെ പറയുകയാണ്, ഇപ്പോ കേരളത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഈ മതം ഒരു സംശയമായി തോന്നിയത്, ആരാണ് ഈ തോന്നിയാസം തുടങ്ങി വെച്ചത്? അവർ സാക്ഷാൽ കേരളത്തിലെ സലഫികളാണ്. ഞങ്ങൾ വളരെ ഒരു കാര്യം തുറന്ന് എപ്പോഴും പറഞ്ഞതാണ്, ഇപ്പോഴും ഞങ്ങൾ തുറന്നു പറയുന്നു. എന്ത്? കേരളത്തിലെ സലഫികളെ കണ്ടിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ വിലയിരുത്തരുത് എന്ന്. കാരണം ഈ സലഫി പ്രസ്ഥാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, കേരളത്തിൽ നിന്ന് ഇപ്പോ 19 യുവതീ യുവാക്കളെ കാണാതായി, 2 കുഞ്ഞുങ്ങളെയും 21 പേരെ. അതേപോലെ ആ കാണാതായ ആളുകൾ അവരാരാണ്? അവർക്ക് എന്തെങ്കിലും ഒരു സംഘടനാ ബന്ധം ഉണ്ടാകണമല്ലോ. ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അവരൊക്കെ കഴിഞ്ഞിരുന്നത്? ആ കാണാതായ മുഴുവൻ പേരും സലഫികളാണ്, സലഫി ആശയവുമായി ബന്ധപ്പെട്ടവരാണ്. ഞാനിത് എന്തിനാ തുടക്കത്തിൽ തന്നെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവരുണ്ടാക്കി വെക്കുന്ന നാശൊന്നും ഈ സമുദായം പേറേണ്ട ഒരു കാര്യവുമില്ല. സലഫികൾ ഉണ്ടാക്കി വെക്കുന്ന തോന്നിയാസം ഈ ഉമ്മത്ത് പേറേണ്ട കാര്യം എന്താ? അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി വരികയാണെങ്കിൽ സമുദായ പ്രശ്നമായിട്ട് കാണേണ്ട കാര്യം എന്താ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി നോക്കി നിങ്ങൾ, കനകമലയിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തില്ലേ? ആ കനകമലയിലേക്ക് ഈ ചെറുപ്പക്കാർ പോയതെന്തിനാ? ഉമ്മന്റെ അടുത്ത് കുട്ടികൾ പറഞ്ഞതെന്താ? നിങ്ങള് ഉമ്മ, ഞാൻ ഉംറക്ക് പോവുകയാണ്. ഉംറ കനകമലയിൽ പോയിട്ടാണല്ലോ ചെയ്യുന്നത്. എന്തിനാണ് ഈ ചെറുപ്പക്കാര് കനകമലയിൽ പോയത്? ആ കനകമലന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലെ ഖത്തീബിനെ അറസ്റ്റ് ചെയ്തില്ലേ? ഏതാ പള്ളി? സലഫി പള്ളി. അല്ലെങ്കിലോ പള്ളികൾ തീവ്രവാദത്തിന്റെ കേന്ദ്രം എന്നുള്ളത് ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പ്രചരിപ്പിക്കുക. അവർക്ക് ഏണിയും കോണിയും വെച്ചു കൊടുക്കുന്ന പണിയാ സലഫികൾ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവരെല്ലാം സലഫികളാണ്. അത് മാത്രമല്ല, കേരളത്തിൽ ചില ആളുകൾക്കൊക്കെ UAP ചുമത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിന്റെ ഒക്കെ നിലപാട് ഞങ്ങളുടെ നേതൃത്വം വളരെ കൃത്യമായി പറഞ്ഞതാ. ഞങ്ങൾ ഒരിക്കലും അത്തരം UAP പോലെയുള്ള നിയമങ്ങളൊന്നും ചാർത്തുന്നതിന് യോജിക്കുന്നവരല്ല. ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏകപക്ഷീയമായ അത്തരം നിലപാടുകൾ എടുക്കുന്നതിന് എല്ലാ കാലത്തും ശക്തമായി അതാത് കാലങ്ങളിൽ വന്ന ഇത്തരം നിയമങ്ങളെ എതിർത്ത പാരമ്പര്യം ഞങ്ങൾക്കുള്ളൂ. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടത്തെ ചില മൗലവിമാർക്ക്, പ്രഭാഷകന്മാർക്ക് ചില കേസ് വന്നു. അതിലൊന്ന് നിങ്ങളുടെയൊക്കെ തൊട്ടടുത്തുള്ള ഒരു മനുഷ്യനാണല്ലോ. എന്തുകൊണ്ടാണ് അയാൾക്ക് കേസ് വന്നത്? അയാൾ എന്താ പ്രസംഗിച്ചത്? അത് വേണമല്ലോ. അപ്പോഴേക്കും തെരുവുക്കിറങ്ങി ബാനർ, ക്യാമ്പയിന്, സമുദായത്തിനെതിരെയുള്ള വേട്ടയാണ്, അണിനിരക്കുവിൻ, സംഘടിക്കുവിൻ. എങ്ങട്ടാ അണിനിരക്കണത്? എങ്ങട്ടാ നമ്മൾ ഈ സംഘടിക്കണത്? എന്താ വിഷയം? കാളെ പെറ്റൂന്ന് കേൾക്കുമ്പോ തന്നെ കയറെടുക്കരുത്, പെറുവല്ലേന്ന് ആദ്യം നോക്കണ്ടേ എന്നതുപോലെ ഇത് സലഫികളാണ്. ഇവരെന്തേ പറഞ്ഞു നമ്മൾ നോക്കണം. അപ്പൊ നോക്ക, ഈ മനുഷ്യൻ പ്രസംഗിച്ചെന്താ? ഈ മനുഷ്യൻ പ്രസംഗിച്ചത് അമുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ പാടില്ല. ഇതിനായി സമുദായം തലവെച്ചു കൊടുക്കേണ്ടത്? ആരാ അവർക്ക് ഇത് പറയാനുള്ള അവകാശം കൊടുത്തത്? ഏത് ദീനാണ് ഈ ദീന്? ഈ നാട്ടിലെ മുസ്ലിങ്ങളല്ലാത്തവരെ മുഖത്ത് നോക്കി ചിരിക്കരുത് എന്നുള്ളത് ആരാ സുഹൃത്തുക്കളെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഞാൻ ഈ അങ്ങാടിയിൽ കേട്ടു നിൽക്കുന്നവർ മനസ്സിലാക്കണം.
വളരെ വ്യക്തമായി സലഫികൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി എന്തുകൊണ്ട് അവർക്ക് ഈ നാശം വന്നു, അവർക്ക് എന്തുകൊണ്ട് ഈ മുസീബത്ത് വന്നു, അവർ പ്രചരിപ്പിക്കുന്ന നോക്ക് നിങ്ങൾ. ആ മുസ്ലിങ്ങളെ മുഖത്ത് നോക്കി ചിരിക്കാൻ പാടില്ല. എന്തൊരു കഷ്ടം! ഇങ്ങനൊരു ഇസ്ലാമുണ്ടോ? ഇസ്ലാം ശാന്തിയല്ലേ, ഇസ്ലാം സമാധാനല്ലേ, ഇസ്ലാം സന്തോഷല്ലേ, സഹിഷ്ണുതയല്ലേ, ഒരുമയല്ലേ, യോജിപ്പല്ലേ? ഇതാ ഞങ്ങളെ മുത്തുനബി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹുവിന്റെ ഹബീബ് വഫാത്താകുമ്പോ അവിടുത്തെ പടയെങ്കിൽ ഒരു ജൂതന്റെ കൈവശം പണയത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് അവിടുത്തെ പടയെങ്കിൽ ഒരു ജൂതന്റെ കൈവശം പണയത്തിലായിരുന്നു. ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇനി നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു ക്രൈസ്തവ സംഘം വന്നു. എവിടുന്ന്? നജറാനിൽ നിന്ന്. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് സമാനമായത് കാണാം. നബി തങ്ങളുടെ അരികിൽ വന്നു. അവർക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ, അവർക്ക് അവരുടേതായ ഒരു പ്രാർത്ഥനാലയമില്ല. ഞാൻ എന്നെ കേട്ട് നിൽക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ മനസ്സിലാക്കി, എവിടുക്കാ നമ്മൾ ഈ വെറുപ്പിന്റെ ആശയം പറയുന്നത്, എവിടുക്കാ നമ്മൾ ഈ വിദ്വേഷത്തിന്റെ ആശയം പറയുന്നത്? ഇസ്ലാമൂടെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകട്ടോ. ഇസ്ലാമിനെ ആളുകൾ കാഠിന്യത്തിന്റെ മതമായിട്ട് കാണും, ക്രൂരതയുടെ മതമായിട്ട് കാണും. അതാ അവിടെ സലഫികൾ ഉണ്ടാക്കിക്കുന്ന തോന്നിയാസം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാന്റെ ഹബീബ് ചെയ്തതെന്താണ്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്, മുസ്ലിം പള്ളിയുടെ ഒരു ഭാഗം അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തു. ആ നേതാവ് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ട് കാലങ്ങളൊക്കെ അറിയാം. നിങ്ങൾ മലപ്പുറത്തേരാ, ഞങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു ജില്ലയാണല്ലോ മലപ്പുറം, അല്ലേ? ഈ നാട്ടിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ പഴയ കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് അമുസ്ലിമീങ്ങളെ ജോലിക്ക് വിളിക്കാറില്ലേ? അമുസ്ലിമീങ്ങളെ വീട്ടിലേക്ക് നമ്മളെ ജോലിക്ക് വിളിക്കാറില്ലേ? എന്നാ ഈ സലഫികൾ ഇപ്പൊ പറയുന്ന തോന്നിയാസം എന്താ? ഒരു പറയുന്ന തോന്നിയാസം എന്താ അറിയോ? അമുസ്ലിങ്ങളെ മുസ്ലിം വീട്ടിലേക്ക് ജോലിക്ക് വിളിക്കരുത്, എന്നിട്ട് ഓലെ രക്ഷിക്കണമല്ലോ, ഓല് മുസീബത്ത് പെട്ടിക്കണമല്ലോ. ചില ആൾക്കാരെ സമുദായ സ്നേഹം. എന്ത് സമുദായ സ്നേഹം? ആദ്യം ഈ തോന്നിയാസം പറയാതെ തൊള്ള പൂട്ടി വെക്കാൻ പറയാം. അതാ ചെയ്യേണ്ടത്. ഇതിനൊക്കെ പാടെ നമ്മൾ തലവെച്ചു കൊടുക്കാൻ പോണെന്നാ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ ചോദിക്കട്ടെ, മഹാനായ മമ്പുറം തങ്ങൾ വെളിപ്പാടകലെ അന്ത്യവിശ്രമം കൊള്ളുന്ന കുതുബുസ്സമാൻ സയ്യിദലവി തങ്ങള് ആരാണവര്? അവരറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അവരെ ദർഗയിൽ പോകാത്തവരാരെങ്കിലും ഉണ്ടോ? സുഹൃത്തുക്കളെ, ആ മമ്പുറത്തെ തങ്ങളുടെ സാമ്പത്തിക കൈകാര്യങ്ങൾ ചെയ്തിരുന്നത് കോന്തു നായരാണെന്നാണ് ചരിത്രം പറയുന്നതെങ്കിൽ, മമ്പുറത്തെ തങ്ങൾ പാപ്പാക്ക് ഒരു മുസ്ലിമിനെ കിട്ടാത്തത് കൊണ്ട് കോന്തു നായരെ പിടിച്ചതാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അല്ലല്ലോ. അപ്പൊ മമ്പുറത്തെ തങ്ങൾ കാണിച്ച ഈ സൗഹൃദം എങ്ങനെ മഹാനവറുകൾക്ക് കിട്ടിയത്? ആരംഭപൂവായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കണം, ഒരു ഭാഗത്ത് സലഫിസം വളർന്നാൽ അതിന്റെ അർത്ഥം എന്താ അറിയങ്ങള്? അവിടെ തീവ്രവാദം വളരുക. യാതൊരു സംശയമല്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ഇത് ബോധ്യപ്പെടാൻ പോകുക. ഇന്നിപ്പോ സലഫികൾ നിരീക്ഷണത്തിലുള്ളത് കേരളത്തിൽ മാത്ര, ലോക തലത്തിൽ സലഫികൾ നിരീക്ഷണത്തിലാണ്. എന്തേ അതിന്റെ കാരണം? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് ഈ നാട് വിട്ട ചെറുപ്പക്കാര്? എവിടേക്കാ അവര് പോയത്? എവിടേക്കറിയോ? സ്വർഗരാജ്യം തേടിയിട്ട്. ഇന്ത്യയിൽ ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല പോലും. നമുക്ക് തോന്നിയിട്ടുണ്ടോ അത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം യുവാക്കളെ മനസ്സിലാക്കണം, മുസ്ലിം ചെറുപ്പക്കാര് മനസ്സിലാക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സൗദി അറേബ്യ, അവിടെ 100% അവിടുത്തെ പൗരന്മാര് മുസ്ലിങ്ങളല്ലേ? ആണ്. അവിടുത്തെ ഭരണഘടന ഏതാ? വിശുദ്ധ ഖുർആനല്ലേ? ആണ്. ഇല്ലേ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ സംസാരിക്കുന്നത് തെയ്യാലയില. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൗദി അറേബ്യയിലെ മക്കയിലോ മദീനയിലോ ത്വായിഫിലോ കോബാറിലോ റിയാദിലോ ദമാമിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തെയ്യാലയിൽ, ഇന്ത്യയിൽപ്പെട്ട കേരളത്തിൽപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഈ തെയ്യാല എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നമുക്ക് ഇത്രയും ഓപ്പണായി ഒരുമിച്ചുകൂടി ദീനിനെ കുറിച്ച് പറയാൻ സൗകര്യം ലഭിക്കുന്നത് പോലെ സൗദി അറേബ്യയിൽ ഉണ്ടോ നമുക്കൊരു സ്വാതന്ത്ര്യം? ഉണ്ടോ? 98% മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു രാഷ്ട്രമാണ് തുർക്കി. 98% മുസ്ലിമീങ്ങളാണ് അവിടെ. ആ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന തുർക്കിയുടെ അവസ്ഥ എന്താ? സമീപകാലം വരെ തുർക്കിയില്
മുസ്ലിം പെൺകുട്ടികൾക്ക് തലമറച്ചിട്ട് ക്യാമ്പസിൽ പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ആ തുർക്കിയുടെ പ്രധാനമന്ത്രി ഉർദുഗാൻ റജബ് തൊയ്യിബ് അദ്ദേഹത്തിന്റെ പെൺമക്കളെ അമേരിക്കയിലെ ക്യാമ്പസിൽ പോയി പഠിപ്പിക്കാൻ പറ്റുമെന്ന് മാധ്യമങ്ങളിൽ എഴുതിയത് ഞാൻ വായിച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. ആ ജനാധിപത്യ മതേതര രാജ്യം നമുക്കറിയാം, ഇവിടെ എല്ലാ മതവിശ്വാസികളും അവരുടെ മതവിശ്വാസ പ്രകാരം ജീവിക്കുന്നു. അവര് ജീവിക്കുന്ന ആ മതപരമായ കാര്യങ്ങൾ അത് തുറന്നു പറയാൻ, പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അനുമതി നൽകുന്നു, സ്വാതന്ത്ര്യം നൽകുന്നു. ഇവിടൊക്കെ മതങ്ങൾക്കിടയിൽ സ്പർദ്ധകൾ ഉണ്ടാക്കി, വിദേശങ്ങൾ ഉണ്ടാക്കി നമ്മളെ അകറ്റുകയാണ് സാക്ഷാൽ ഈ ഭീകര സംഘടനകൾ. അവർക്ക് അരി നിൽക്കുന്നവരാലോചിക്കണം, അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരാലോചിക്കണം. ഒന്നിപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ എവിടെ പോയി? കഴിഞ്ഞ മാസം അല്ല, അതിന്റെ തൊട്ടു മുമ്പിലുള്ള മാസം ഡിസംബർ 20 കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടയിൽ ലയനമുണ്ടായതത്ര. എന്ത് ലയനം? എന്താ ലയനം? 14 കൊല്ലം തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന രണ്ട് കക്ഷികൾ നന്നായി. ഒരു പറഞ്ഞത് ഞങ്ങൾ ഒന്നായി നന്നായി എന്നാണ്. നിങ്ങൾ ആലോചിച്ചോക്കണം, ഒന്നായി നന്നായി. 18ലധികം വിഷയങ്ങളിൽ ഈ കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ അഭിപ്രായ വ്യത്യാസം? പല കാര്യത്തിലുണ്ട്. സിഹിർ ഫലിക്കോ ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫലിക്കോ ഇല്ലേ എന്നുള്ള വിശ്വാസത്തിൽ രണ്ടു കൂട്ടരും രണ്ട് തട്ടിലാണ്. മടവൂര് വിഭാഗം മുജാഹിദ് പറയുന്നത് സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ ഓൻ കാഫിറായിന്ന. കാഫിറാകലിൽ കുറഞ്ഞൊരു പരിപാടിയെ മുജാഹിദിന്റെ ഇടയിൽ ഇല്ലാത്തതാണ്. ഏറ്റവും ചുരുങ്ങിയത് കാഫിറായി. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറായി. എന്നാ കേന്ദ്രം പറയുന്നതോ, അങ്ങനെ വിശ്വസിച്ചാൽ കുഴപ്പമില്ല, സിഹിർ ഫലിക്കും. ഏത് വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപല്ലേ സിഹിർ? യാതൊരു ഫലമില്ലാത്ത കാര്യമാണെങ്കിൽ എന്തിനാ 17 വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമായിട്ട് എണ്ണിയത്? ഇതാണ് കേന്നമിന്റെ വാദം. അങ്ങനെ ഇത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. ഇതുപോലെ പല കാര്യങ്ങളിൽ ഇവരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതൊക്കെ പറഞ്ഞു തീർത്തു എന്ന പത്രക്കാർ ചോദിച്ചപ്പോ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് അതൊക്കെ ഞങ്ങൾ താഴെ തട്ടിലെ അണികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പത്രക്കാരെന്നപ്പോ ആയിക്കോട്ടെ, പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ലയനൊക്കെ കഴിഞ്ഞ് ഞമ്മക്ക് ആ സ്റ്റേജുമൊക്കെ നോക്കുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട് ഒന്നിന്റെ മുഖം ശരിയല്ല. ഇവര് തമ്മിലുള്ള മാനസിക പൊരുത്തല്ലാത്ത പരിപാടി സ്റ്റേജുമെന്ന് തിരിയണ്ടോന്ന് തിരിയും, അല്ലാത്തോ നട്ടം തിരിയും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ലയനം കഴിഞ്ഞ് 23 ശബാബ് പുറത്തിറങ്ങി. 20 ഡിസംബർ 20 ലയിച്ചു. 23 ശബാബ്. ഞാൻ അതൊന്നും ഇപ്പൊ എന്റെ കൈ കണ്ട് എടുത്തിട്ടില്ല. അതിൽ സലാം സുല്ലമിന്റെ ലേഖനം എന്തായാലും എഴുതുന്നത്, മനുഷ്യ കഴിവിന്റെ പരിധി എത്ര? മനുഷ്യ കഴിവിന്റെ പരിധി എത്ര? ഇപ്പോഴും ഓലടിയിൽ ഗവേഷണം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യൻ എത്ര കഴിവുണ്ട് എന്ന്. അങ്ങനെ ഈ ലേഖനത്തില് സലാം സുല്ലമി തുറന്നെഴുതുക, അയാളൊന്നുള്ള കാലത്തോളം ഒരു മുജാഹിദ് നന്നാവും വിചാരിക്കണ്ട. ആ മനുഷ്യൻ തുറന്നെഴുതിയ കാര്യം എന്താ നിങ്ങള്? അയാൾ എഴുതിയത് സിഹിർ ഫലിക്കുമെന്നുള്ള വിശ്വാസം ശിർക്കം വിശ്വാസമാണ്. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, മടവൂരിയോളം വാദം തിരുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഇവരിങ്ങോട്ട് ഒന്നായതാണോ ഇവർ അങ്ങോട്ട് പോയിട്ട് ഒന്നായതാണോ നമുക്ക് അറിയില്ല. ചുരുക്കത്തിൽ ഇവര് പിന്നെ യൂണിറ്റ് തലങ്ങളിലൊക്കെ ഈ ലയിച്ചതിന് ശേഷം ശക്തി പ്രകടനം നടത്താൻ വേണ്ടിയിട്ടുള്ള ആദർശ സമ്മേളനം ഇങ്ങനെ ആ മധുവിധ ആഘോഷത്തിന്റെ പൊലിമയിൽ നിൽക്കുമ്പോഴാ ഇതിന്റെ സൂത്രധാരകനായ മടവൂര് നേതാവ് അസ്ഗർ അലി രാജിവെച്ചു. മൂപ്പരിപ്പോ സംഘടന വിട്ട്. അപ്പൊ എന്തേ കാരണം? ഈ ഇപ്പൊ ഇറങ്ങിയ വിചിന്തനം ബാരികയിൽ ഞാൻ ഇത് പറയാനുള്ള കാരണം വെച്ചാൽ, ഈ സദസ്സിലുള്ള സുന്നികളായ നമ്മളറിയാൻ വേണ്ടി പറയാം, പടച്ചോൻ നമ്മക്കൊക്കെ തന്ന വല്ലാത്തൊരു നിയമത്താ സുന്നത്തമായിട്ട് നിൽക്കാൻ തോഫീക്ക് കിട്ടിയതല്ലേ. ഈ വക സാധനത്തിന് ഈ മുങ്ങണ കപ്പൽ ഇഞ്ഞും നിൽക്കണോ? ഈഗോ പ്രശ്നം കരുതിയിട്ട് ചിലർ പറയും ഞങ്ങൾ എന്തായിരുന്നാലും മുജാഹിദ് തെറ്റാന്നുള്ള ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി, എന്നാലും ഞങ്ങൾ സുന്നിക്ക് വരൂല. നിങ്ങളൊരു കട്ടകാലി ആലോചിച്ചൊക്കെ. പിന്നെ എവിടേക്ക് ഞങ്ങൾ പോവുക? തറവാട്ടത്ത് വന്നോളി സ്വർഗം കിട്ടണമെങ്കിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അബ്ദുറഹ്മാന്റെ പേരിലും അസ്ഗറിലിന്റെ പേരിലും വിചിന്തനത്തിൽ ലേഖനം, ഒരു ഉപദേശ. ആ ഉപദേശത്തിൽ എന്താ പറയുന്നത്? സിഹിർ ഫലിക്കുന്നു വിശ്വസിപ്പിക്കാനാണ് ലേഖനം. ടി.പി. അബ്ദുൽ ഖാദർ മാതിരി പറഞ്ഞെന്ന് അറിയുന്നത്. ഇപ്പൊ ദയവ് ചെയ്താ ലേഖനം കൊടുക്കരുത്. എന്നിട്ടും കൊടുത്തു, പുറത്തിറങ്ങി. അങ്ങനെ മടവൂരിന്റെ ഇടയിൽ ചർച്ച ആരംഭിച്ചു. അസ്ഗറിൽ ഒറ്റ കൊടുത്തവനാണ്. അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞിട്ടില്ല ലേഖനം എന്നാ. ഞാൻ അറിഞ്ഞിട്ടില്ല ലേഖനം എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ ഏതായിരുന്നാലും രാജിവെച്ചു, ഐക്യം പാളി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇതാണ് പോലെ ലയനത്തിന്റെ കാര്യം. ഈ ലയിക്കാനൊക്കെ ഉണ്ടായി തോന്നലൊക്കെ ഇപ്പൊ എന്താ ഉണ്ടായത്? നിങ്ങള് ഈ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെ മറന്ന് ഇവര് ഒരുമിക്കാൻ തോന്നിയത് എന്താന്ന് വെച്ചാൽ,
ഇപ്പോൾ ഇവർക്ക് നേരെ വന്ന ഈ തീവ്രവാദ ആരോപണങ്ങളാണ്. ആരോപണമല്ല, അതിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ ചിന്തിക്കേണ്ടതാ. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നത് കേവലം ഒരു ആരോപണമായിട്ട് കാണരുത്. ഇത് സുന്നികൾ ഓൽക്കെതിരെ ഓലോട് വെറുപ്പുണ്ടായിട്ട് വിദ്വേഷം ഉണ്ടായിട്ട് പറയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. സുഹൃത്തുക്കളെ, ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ എതിർത്ത മതമാ. അക്രമത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പരിശുദ്ധമായ ഇസ്ലാം എല്ലാ തരം അക്രമങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക ചെയ്തിട്ടുണ്ട്. ഈ ലോകത്ത് ഇസ്ലാം വളർന്നതും പ്രചരിച്ചതും എങ്ങനെ? അക്രമത്തിന്റെ ശൈലിയിലാണോ? അല്ല. ആളുകൾ ഇസ്ലാമിനെ കണ്ട് ഇസ്ലാമക്ക് വന്നതാണ്. ഇതിന്റെ ആദർശം കണ്ടുകൊണ്ട് ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. 2-ാം അധ്യായം 256-ാം വചനമാ. ഈ മതത്തിൽ നിർബന്ധ മതപരിവർത്തനം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആ അധ്യായത്തിന് ഈ വചനം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നത് എന്താ? ലാ ഇക്റാഹ ഫിദ്ദീനി. മതത്തിൽ ഒരു തരത്തിലുള്ള നിർബന്ധിപ്പിക്കലില്ലാതാ. നിങ്ങൾ ആലോചിച്ചു, വെള്ളിയാഴ്ച ദിവസം നമ്മൾ പുണ്യം കരുതി പാരായണം ചെയ്യുന്ന ഒരു അധ്യായമാണല്ലോ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ്. ആ അൽ കഹ്ഫ് സൂറത്തിൽ പടച്ചോൻ പറയുന്നുണ്ട്, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബികും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അല്ലാഹ് പറയാ, നബിയെ നിങ്ങൾ പറഞ്ഞോളി, ഇത് അല്ലാഹുവിൽ നിന്നുള്ള സത്യ സന്ദേശമാണ്. ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർക്ക് മാറിക്കാം. ആര് പറഞ്ഞു ഈ മതം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കണമെന്ന്? ഉണ്ടായിട്ടില്ല. ഇവിടെ ഇസ്ലാം വളർന്നത് അല്ലെങ്കിൽ ഇസ്ലാം ഇപ്പം വളർത്തിക്കൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദിന്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്നവരുണ്ടല്ലോ. എന്ത് ജിഹാദാണ് ആ സാധനം? എന്ത് ജിഹാദാണ്? ആരെങ്കിലൊക്കെ പടച്ചുണ്ടാക്കി വിടുന്ന തോന്നിയാസങ്ങള് അപ്പടി കോപ്പി അടിച്ച് ഇവിടത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കണ പൊല്ലാപ്പ് അല്ലേ? അപ്പൊ എന്റെ സുഹൃത്തുക്കളെ, മുസ്ലിം സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇല്ല, ഇസ്ലാം അങ്ങനെ വളർന്നിട്ടില്ല, ഇസ്ലാം അങ്ങനെ പ്രചരിച്ചിട്ടില്ല. പിന്നെ എന്തേ ഇസ്ലാമിന് ആൾക്കാർ സെലക്ട് ചെയ്യാനുള്ള കാരണം? അത് നമ്മൾ ആലോചിക്കുക. ഇപ്പൊ നമ്മളെ രാജ്യത്തിനുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണല്ലോ ഈ സതീ സമ്പ്രദായം. എന്താണ് ഈ സതീ സമ്പ്രദായം എന്ന് പറഞ്ഞാല്? ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ ചിതയിൽ ഭാര്യ ചാടി മരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഭർത്താവ് മരിച്ചതിന് ഭാര്യ എന്താ തെറ്റുകാരി? ഭർത്താവ് മരിച്ചതിന് ഭാര്യ എന്താ തെറ്റുകാരി? ഇപ്പോൾ നമ്മളെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കാണില്ലേ, ദളിത് വിഭാഗത്തെ അടിച്ചമർത്താണ്. അവരെ മനുഷ്യരായിട്ട് കാണില്ല. ദളിതപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് പോലും ഒരു ആംബുലൻസ് വിട്ടുകൊടുക്കുന്നില്ല. ദാനാമാൻജിയുടെ ചിത്രം കണ്ട് ലോകം ഞെട്ടി. എന്നാ അതേ സമയത്ത് ഇസ്ലാമിനെ നോക്കി നിങ്ങൾ. ഇസ്ലാമിലെ പള്ളികൾ, ആ പള്ളിയിലേക്ക് എവിടെയെങ്കിലും 2 വഴിയുണ്ടോ? മുതലാളിക്കൊരു വഴി, പാവപ്പെട്ടവനൊരു വഴി. എന്നാൽ ലോകത്തെ പല ആരാധനാലയങ്ങളുടെയും സ്ഥിതി ഇതല്ല. അവിടെയാണ് ഇസ്ലാം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ വിവേചനമില്ല. സൃഷ്ടാവായ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളതാർക്കാണ്? മുതലാളി പ്രമാണിത്തരം നോക്കിയിട്ടാണോ പടച്ചവൻ ഒരാളെ പരിഗണിക്കുന്നത്? അല്ലട്ടോ. അള്ളാഹ് പറയുന്നത് എന്തറിയോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനമുള്ളത് ദൈവഭക്തിയുള്ളവർക്കാ, ഭയഭക്തിയുള്ളവർക്കാ. അതാണ് ഇസ്ലാം. ആ ഇസ്ലാം ഇവിടെ വളരാനുണ്ടായ സാഹചര്യം ഇസ്ലാമിന്റെ ആദർശമാണ്. ഇസ്ലാമിന്റെ ആദർശമാണ്. നബിയുടെ കാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തി എന്നാ പറയുന്നത്. ഇതൊന്നും നിലണ്ടായതൊന്നല്ല ഇസ്ലാമിയുടെ കേരളത്തില്. പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തിയില്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നബിന്റെ കാലം എന്ന് പറഞ്ഞ കാലേതാ? ഈ കേരളത്തിൽ ഇസ്ലാം എത്തിച്ചതാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താണെന്ന് ചരിത്രം പറയുകയാണ്. ആരാണ് സുഹൃത്തുക്കളെ സ്വഹാബത്ത്? ആരാണ് സ്വഹാബത്ത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ സംബന്ധിച്ച്, അവര് നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ നേർവഴി പ്രാപിക്കും എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ സംബന്ധിച്ച് പറഞ്ഞതെങ്കിൽ, ആ സ്വഹാബത്താണ് കേരളത്തിൽ ഇസ്ലാം പരിചയപ്പെടുത്തി കടന്നു വന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. അവര് പരിചയപ്പെടുത്തിയൊരു ഇസ്ലാം ഉണ്ടല്ലോ, ആ ഇസ്ലാമാണ് ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഇസ്ലാം. ഇവിടെ ഇപ്പൊ വലിയൊരു തെറ്റിദ്ധാരണ പരത്തണമെന്നറിയോ? ഈ സലഫികളെ കുറിച്ച് ചില ആൾക്കാരെ ധാരണ എന്നറിയോ? ഒരു നന്നാക്കൽ പ്രസ്ഥാനം. എന്ത് നന്നാക്കല്? ഒരു അനാചാരമൊക്കെ ഇല്ലാതാക്കണ പ്രസ്ഥാനം. അപ്പൊ സുന്നികളോ? സുന്നികൾ ഖുറാഫത്തിന്റെ ആൾക്കാർ, ഒരു മദ്ഹബിന്റെ ആൾക്കാർ. ഇവരൊരു ഖുർആൻ സുന്നത്തിന്റെ ആൾക്കാർ. ആ ഖുർആൻ സുന്നത്ത കനകമലിന്ന് കണ്ടത് എന്ത് ഖുർആൻ സുന്നത്ത്? ഇത് റസൂല് പറഞ്ഞത് തന്നെ. നമ്മളോട് മുത്തുനബി പറഞ്ഞെന്തറിയോ? തറക്തു ഫീകും അംറൈൻ, ഞാൻ നിങ്ങളിൽ 2 കാര്യം വിട്ടേച്ച് പോവുകയാ. അള്ളാന്റെ റസൂല് പറയുകയാ, എന്റെ സുഹൃത്തുക്കളെ, യുവാക്കള് മനസ്സിലാക്കണം. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോകൂല. അങ്ങനെയുള്ള 2 കാര്യം ഞങ്ങളിൽ ഒഴിവാക്കുന്നുണ്ട്.
എന്നിട്ട് റസൂല് പറഞ്ഞത് ഏതാ? ഒന്ന് കിതാബ് അല്ലാഹ് പറഞ്ഞത്, അള്ളാന്റെ ഖുർആനാണ്. അതേപോലെ സുന്നത്ത റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാന്റെ തിരുസുന്നത്താ. റസൂലുള്ളാന്റെ തിരുസുന്നത്താണ്. ഇത് രണ്ടും മുറുകെ പിടിച്ച നിങ്ങൾ വഴിവെക്കൂല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഞാൻ ചോദിക്കട്ടെ, നബി ഇത് പറയുമ്പോ, ഞാൻ ചെറുപ്പക്കാരോട്ടെ ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിക്കുക, അള്ളാന്റെ റസൂൽ ഇത് പറയുമ്പോ മേശപ്പുറത്തൊരു മുസാഫ് വെച്ചിട്ടാ പറഞ്ഞത് ആണോ? മേശപ്പുറത്തൊരു മുസാഫ് വെച്ചിട്ട് പറഞ്ഞു ദാ മുസാഫ് ഇത് പിടിച്ചോളിന്ന്? ഇല്ല. അള്ളാന്റെ ഹബീബ് വഫാത്താകുമ്പോ പരിശുദ്ധമായ ഖുർആൻ ഒരു മുസഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചിട്ടില്ല. അതെവിടെയുള്ളത്? സ്വഹാബിമാരുടെ ഹൃദയങ്ങളിൽ പല ഭാഗങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുക. സ്വഹാബത്തിന്റെ കാലത്ത് അതിന് ക്രോഡീകരണം തന്നെ ഉണ്ടാകുന്നത്. അപ്പൊ ഖുർആൻ പഠിക്കേണ്ടത് എങ്ങനെയാണ്? അവിടെയാണ് പിഴവ് പറ്റിയത്. ഖുർആൻ പഠിക്കേണ്ടത് എങ്ങനെയാ? ഖുർആൻ പഠിക്കുന്ന ഡിക്ഷണറി വെച്ചിട്ട് എല്ലാ മൗലവിമാരും ഖുർആൻ പഠിക്കുന്നത് എങ്ങനെയായിരുന്നു അല്ലേ? എ.പി. അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞൊരു മനുഷ്യണ്ടായിരുന്നു, മരിച്ചുപോയി. അയാൾ കൊണ്ടോട്ടിയിൽ നടത്തിയൊരു പ്രസംഗം എപ്പോഴും കിട്ടും, യൂട്യൂബിൽ നടിച്ചു നോക്കിക്കാളി. അയാൾ മുജാഹിദീങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്നറിയോ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഖുർആനാണ് മറിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയതാണ് പറഞ്ഞോളി. ഹക്കാ ഞാൻ പറയുന്നത്. അയാൾ ഇല്ലാന്ന് പറയട്ടെ. എത്ര വലിയ തോന്നിയാസാണിത്. ഷാഫി ഇമാം പറയുന്നുണ്ട്, ഈ പരിശുദ്ധമായ ഖുർആനിൽ ഇപ്പോൾ ഇതുവരെ എത്തിയ ലോകം ഇതുവരെ എത്തിയല്ലോ, അതുവരെ ഉള്ളതും ഈ ഖിയാമത്ത് നാൾ വരെ വരാൻ പോണ കാര്യം ഖുർആനിലുണ്ട് എന്നാ. നന്ന എല്ലാവരും ഖുർആൻ നോക്കി പറയട്ടെ. പക്ഷെ ഷാഫി ഇമാം പറഞ്ഞു, അലിമഹൂമൻ അലിമ, അത് വിവരമുള്ളവനെ തിരിയുള്ളൂ. അതേ സമയത്ത് വിവരമില്ലാത്തവനോ ജഹിലഹൂമൻ ജഹിലാണ്, വിവരമില്ലാത്തവൻ നട്ടം തിരിയും. ഇവിടെ എല്ലാരും ഇപ്പൊ ഖുർആൻ നോക്കിയിട്ട് ഇങ്ങനെ മതവിധി പറയല്ലേ, എന്തൊരവസ്ഥയാണ്. അങ്ങനെ ഖുർആൻ നോക്കി മസല പറഞ്ഞതാ വക്കാബികൾ ഒരു മസല പറഞ്ഞു കൊടുത്തു. ഏതാ മസല? ബൈക്കിന്റെ പിന്നിൽ അന്യ പെണ്ണിനെ കയറ്റിയിട്ട് പോകാൻ പറ്റുമോ? അപ്പൊ ഒരു ഖുർആനല്ലോ, ഖുർആന്റെ നമ്മുടെ അടുത്ത് 114 സൂറത്തുള്ള ഖുർആൻ. അതിനൊക്കെ പരിഭാഷയുണ്ട്, പലോരും എഴുതിയ പരിഭാഷ ഉണ്ട്. ഒറ്റവാല്യത്തിലുള്ള പരിഭാഷയും കിട്ടും, പലവാല്യങ്ങളുള്ള പരിഭാഷയും കിട്ടും. ആയിക്കോട്ടെ, അത് നോക്കി നമ്മളവിടെ ദീൻ പറയണം. അങ്ങനെ ഒരു ദീൻ പറഞ്ഞു. ദീൻ പറഞ്ഞിട്ട് പറഞ്ഞത് ഇത് തെറ്റാന്ന് ഖുർആൻ എവിടെയും കാണില്ല. അപ്പൊ ഇയാള് തെരയുന്ന എന്താ, നിങ്ങൾ ബൈക്ക് എന്ന് ഖുർആനിലുണ്ടോന്നാ? ബൈക്ക് ഖുർആൻ ഉണ്ടാകോ? അങ്ങനെ ഖുർആൻ ഉണ്ടാകോ? അപ്പൊ നോക്കാൻ, ഇതൊക്കെയാണ് ഇവിടെ വരുന്ന മുസീബത്തുകൾ. ഇവര് പറയുന്ന ഇസ്ലാം എന്താ? സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമാണോ? സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമാണോ ഈ കേരളത്തിലെ സലഫികൾ? എന്നിട്ട് ഓല നന്നാക്കിയിട്ട് ചിലര് പറയാം അള്ള ചെയ്ത റഹ്മത്താട്ടാ. എന്ത് ഇവര് നന്നായതേ? അള്ള ചെയ്ത റഹ്മത്താണ്. നിങ്ങൾക്കറിയോ, 1922 ഈ സാധനം കേരളത്തിൽ വരുന്നത്. ഏത്? ഈ സലഫിസം. അന്നോലെ പേരെന്താ അറിയങ്ങള്? മുസ്ലിം ഐക്യ സംഘം. അതേ കൊല്ലത്തിൽ ഒരു മറ്റൊരു പേര് സ്വീകരിച്ചു, നിഷ്പക്ഷ സംഘം. ഇപ്പോൾ സലഫി എന്നുള്ള പേരെന്നെ അർപ്പ, കേൾക്കുമ്പോ ഒരു പേടിയാ. ഇപ്പോൾ ഇസ്ലാഹി എന്നുള്ള പേരില്ല. പണ്ടങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ സലഫി മസ്ജിദ് ഒക്കെ ഉണ്ടെങ്കിൽ ചൊരണ്ടാൻ തുടങ്ങിയിരുന്നു പലയിടത്തും. എന്തിന്? പേടിയാണ്. മൊത്തത്തിൽ സലഫികൾ നിരീക്ഷണത്തില. ഇത് ഞാൻ എന്റെ വക പറയുകയാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആരാണ് ഇവരുടെ ആചാര്യൻ? ഓ എന്റെ മുസ്ലിം യുവാക്കളെ, എന്തെങ്കിലുമൊക്കെ വാശിയുടെ പേരിൽ ഒരാള് ആദർശം സുന്നത്ത് ജമാഅത്ത് കൈവിട്ടു പോവുകയാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആരാണ് ഇവരുടെ ആചാര്യൻ? ഇവരുടെ ആചാര്യൻ ആരാണ്? ക്രിസ്തു വർഷം 1703 ജനിച്ചിട്ടുള്ള, നജിദിൽ ജനിച്ചിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബാണ്. അല്ലേ? എല്ലാരും പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു എന്നൊക്കെയാണ് മുജാഹിദ് പറയല്. എന്നാ ഈ ഇബ്നു അബ്ദുൽ വഹാബ് എവിടെ ജനിച്ചത്? നജിദിലാണ്. അവിടെയാണ് അള്ളാന്റെ ഹബീബിന്റെ ഒരു പ്രവചനം നമ്മൾ പുലരുന്നത് കാണുന്നത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോ ഷാമിന് വേണ്ടി തോരുന്നു, യമനികൾക്ക് വേണ്ടി ദുആ ചെയ്തു. അപ്പൊ നജിദിൽ നിന്നുള്ള സ്വഹാബത്ത് നബിയുടെ കൂടെയുണ്ട്. അവരല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ നജിദിന് വേണ്ടി ദുആ ചെയ്യണം യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജിദിന് വേണ്ടി ദുആ ചെയ്യണം യാ റസൂലല്ലാഹ്. ഷാമിന് വേണ്ടി ദുആ ചെയ്ത മുത്തുനബി തങ്ങള്, യമനിന് വേണ്ടി ദുആ ചെയ്ത മുത്തുനബി തങ്ങള് നജിദിന് വേണ്ടി ദുആ ചെയ്തില്ല. രണ്ടാമതും ദുആ ചെയ്തപ്പോ നജിദ് ഒഴിവാക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ കാരണം പിന്നീട് വിശദീകരിച്ചു കൊടുത്തു. എന്തുകൊണ്ട് ഞാൻ നജിദിന് വേണ്ടി ദുആ ചെയ്യുന്നില്ല? എന്റെ മുസ്ലിം യുവാക്കൾ ചിന്തിക്ക്. ഈ തയ്യാലയിലെ റേഞ്ച് സമ്മേളനം ശ്രദ്ധിക്കുന്നവരാലോചിക്ക്. സഹോദരങ്ങളെ, 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഹുനാക സലാസിലു വൽ ഫിതനു വബിഹാ യത്ലഉ ഖർനു ശൈത്വാൻ. എന്തേ നബി പറഞ്ഞത്? ഹുനാക സലാസിലു വൽ ഫിതനു. അവിടെയാണ് ട്ടോ എല്ലാ ഭീകരതയും, ഫിതനങ്ങള്, കുഴപ്പങ്ങള്, നാശങ്ങള്, മതഭീകരതയുടെ തുടക്കം അവിടെയാണ്. ശൈത്താന്റെ ചിന്ത പൊട്ടിമുളക്കുന്നത് അവിടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്.
ആ നജിദിൽ ജനിച്ച മനുഷ്യനാണ് ആരറിയോ? ഇബ്നു അബ്ദുൽ വഹാബ്. ഇനി ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനത്തെ വായിക്കാനും പഠിക്കാനും പല മാർഗങ്ങളുണ്ട്. നിങ്ങൾ ഇനി റിസാല അവലംബിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ സുന്നി വോയിസ് നോക്കിയിട്ടും വിശ്വസിക്കണ്ട. ഞാൻ ഇത് തെറ്റിദ്ധരിച്ചു പോയത് എന്തോ ഒരു മണ്ണാങ്കട്ടയെന്ന് തെറ്റിദ്ധരിച്ചവരോടുണ്ടെങ്കിൽ നിങ്ങൾ നിഷ്പക്ഷമായി ലോകത്ത് പല വ്യക്തികളും ഇവരെ കുറിച്ച് എഴുതിയ പുസ്തകം കിട്ടും, അതൊന്ന് വായിച്ചാൽ മതി. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ എത്രത്തോളം ആ മുസ്ലിമീങ്ങൾ വരെ ഈ വഹാബി പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്നു ഞാൻ പറയാം. NBS പുറത്തിറക്കിയ ഒരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുണ്ട്. ആരാ അത് എഴുതിയതറിയുന്നത്? സി മാധവൻ പിള്ളേ. സി മാധവൻ പിള്ള എന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമല്ല. ഈ സി മാധവൻ പിള്ള എഴുതിയിരിക്കുന്ന ഈ ഡിക്ഷണറി ഉണ്ടല്ലോ, അതിൽ W എന്ന് പറയുന്നിടത്തൊരു വാക്ക്, അവിടെ വഹാബി എന്ന് പറഞ്ഞൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഒന്ന് മാധവൻ പിള്ള പറഞ്ഞ എന്താന്ന് നോക്കിക്കാളി. അത് ഞങ്ങൾ പറയിപ്പിച്ചെന്ന് പറയും ചിലവര്. അങ്ങനെ ഇപ്പൊ എല്ലാം പറയല്. അങ്ങനെ പറയുന്നവർക്ക് പറയാം, അത്രേ ഉള്ളൂ. സി മാധവൻ പിള്ള പറഞ്ഞ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദീയ വിഭാഗത്തിലെ ഒരു പറ്റം തീവ്രവാദികൾ. അതെങ്ങനെ ഈ സി മാധവൻ പിള്ളക്ക് ഈ വഹാബി പ്രസ്ഥാനം ഒരു തീവ്രവാദ പ്രസ്ഥാനം മനസ്സിലായത് എങ്ങനെ? അയാൾക്ക് എങ്ങനെ മനസ്സിലായി? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒന്നും വേണ്ട, ഇപ്പോ കാര്യമായിട്ട് സലഫികൾക്കെതിരെ ഈ തീവ്രവാദ ആരോപണം വന്ന സമയത്ത് വിചിന്തനത്തിൽ ഒരു മൗലവിക്ക് പണിയെന്തറിയോ? പിന്നെ ഞാൻ ഇന്നൊരു വിചിന്തനത്തിന്റെ ഒരു കോപ്പി ഇട്ടതിൽ 11ാമത്തെ ലേഖനായത് എന്തായാലും പറയുന്നറിയോ? കോർമൻ കടപ്പുറത്ത് സൂഫിയാക്രമണം. ഞാൻ ഞെട്ടിപ്പോയി. പടച്ചോനെ, കോർമൻ കടപ്പുറം എന്ന് പറഞ്ഞ ഇവിടെ ഒരു കടപ്പുറല്ലേ, അവിടുത്തെ സൂഫി ആക്രമണം. അപ്പൊ ഞാൻ ഇതിലെ വരി ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് രാഷ്ട്രീയ സംഘർഷം ചില സമയത്ത് തീരപ്രദേശങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോ ഈ വെളിയങ്കോട് ഭാഗത്തുനിന്ന് രാഷ്ട്രീയ സംഘർഷമായിട്ട് ഇങ്ങോട്ട് പോരുന്നത് തീരദേശം വഴി ഇങ്ങനെ പോന്ന് ഇങ്ങോട്ട് കോഴിക്കോട് എത്തുമ്പോഴേക്കും അതിന് വർഗീയ നിറം വരല്ല സ്വഭാവം. ഏതായിരുന്ന ഇതിനൊക്കെ ഇയാൾ കോട്ടി മാറ്റി അവതരിപ്പിച്ചിട്ട് ഏതിന് ഇവര് തായിഫിൽ കുഞ്ഞുമക്കളെ കൊന്നതിന് ഇവര് പകരം പറയാ കടപ്പുറത്ത് APK പ്രശ്നം ഉണ്ടായിട്ടില്ലേ, ഇതൊക്കെ വേറെ പണിയുണ്ടാ. അതപ്പൊ നിങ്ങൾക്കെതിരെ വരുന്ന ആരോപണം രാഷ്ട്രീയ സംഘർഷങ്ങളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കേരളത്തിൽ കഴിഞ്ഞുപോയ ചില സാഹചര്യങ്ങളും നിങ്ങൾ ഈ സമുദായത്തിൽ വരുത്തി വെച്ച നാശങ്ങളും. ഇത് രണ്ടും രണ്ടെണ്ണട്ടോ. നിങ്ങൾ എത്ര പണിയെടുത്താലും കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്ത്? ചില സൂഫികൾ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകളാണ് വഹാബി ആക്രമണത്തിന്റെ കഥ. എന്നാ ഞാൻ ചോദിക്കട്ടെ, എന്ന് മുതല ഈ മൊയ്ത് മൗലവി സൂഫിയായത്? ഈ മൊയ്ത് മൗലവി എന്ന് മുതല സൂഫിയായത്? അദ്ദേഹം ആരാണ്? അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ടല്ലോ, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം ഞങ്ങൾ ഇറക്കിയതാണോ? ആണോ? ഞങ്ങളാണോ ഇറക്കിയത്? ഈ മൊയ്ത് മൗലവി എന്ന് മുതലാണ് സൂഫിയായത്? അദ്ദേഹത്തിന് നിങ്ങൾ അവാർഡ് കൊടുത്തിട്ടില്ലേ? എന്താ നിങ്ങളുടെ അവാർഡ് കിട്ടാൻ കാരണം? അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സലഫി പ്രസ്ഥാനം ആദ്യകാല ചരിത്രം. ആ പുസ്തകം എഴുതിയതിനെ മുക്തകണ്ഠം പ്രശംസിച്ച് അയാൾ മരിക്കണിന് മുമ്പ് നിങ്ങൾ അവാർഡും കിട്ടിയിട്ടാ മരിച്ചത്. ആ മനുഷ്യൻ എഴുതിയ പുസ്തകം വായിക്ക്, വേറെ ഒന്നും നിങ്ങൾ വായിക്കണ്ട. ആ മനുഷ്യൻ എഴുതിയ പുസ്തകം നിങ്ങൾ വായിക്കും. ആ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ മക്കയിലെ നേർച്ചപ്പെട്ടി കൊള്ളയടിച്ചത്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ മക്കയിലെ ഭീകരാക്രമണത്തെ സംബന്ധിച്ചുകൊണ്ട് ഇല്ലേ? അങ്ങനെ കൃത്യമായി ഈ മൊയ്ത് മൗലവി പറയുന്നത്. ഇതിന് ഈ മൊയ്ത് മൗലവി മാത്രമല്ല, വഹാബികൾ എന്ന് എതിരാളികളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് പരാതി. അല്ലട്ടോ, EK മൗലവി എഡിറ്ററായി, നാദാപുരത്തുകാരനായ EK മൗലവി എഡിറ്ററായ ഒരു പത്രമുണ്ട് വഹാബിക്ക്, ഇത്തിഹാദ് എന്ന പത്രത്തിന്റെ പേര്. അതിന്റെ കോപ്പി കിട്ടുമെന്ന് വായിച്ചു നോക്കി, 56 കോപ്പി. ആ 56 കോപ്പി കിട്ടുമ്പോ വായിക്കി, അതിൽ പറയുന്നുണ്ട് കർബല ആക്രമണത്തെ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജാറം തകർത്ത സംഭവം ഈ മൊയ്ത് മൗലവി കൃത്യമായി പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അവിടേക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ വഹാബി സൈന്യമെന്നാണ്. ചരിത്രത്തിൽ ഇവർ എത്ര പേരെയാ കൊന്നൊടുക്കിയത്? ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, MM അക്ബറിനെതിരെ ഒരു പ്രശ്നം വരുമ്പോ, സാക്കിർ നായിക്കിനെതിരെ ഒരു പ്രശ്നം വരുമ്പോ, കേരളത്തിലെ ഏതെങ്കിലും മൗലവിമാർക്കൊരു പ്രശ്നം വരുമ്പോ അത് സമുദായത്തിന്റെ പ്രശ്നമാക്കി മാറ്റി അവതരിപ്പിക്കുന്നവർ അവരാലോചിക്കണ്ടേ ആരുടെ താല്പര്യമാണ് ഇതിന്റെ പിറകിലുള്ളത്? സലഫി പ്രശ്നം സമുദായത്തിന്റെ പ്രശ്നമാണോ? ഈ സമുദായത്തിലെ പല വ്യക്തികൾക്കും പല ഘട്ടങ്ങളിലും പല അവസ്ഥകളും നേരിടേണ്ടി വന്ന ഘട്ടങ്ങളിൽ പോലും ഈ സമുദായ സ്നേഹം നമ്മൾ അവിടെ എവിടെയും കണ്ടില്ലല്ലോ. ഒറ്റ കാര്യം ഞാൻ ചോദിക്കോട്ടെ, അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുന്ന മനുഷ്യൻ കോയമ്പത്തൂർ ജയിലിൽ കിടന്നു. സഹോദരങ്ങളെ, 9.5 കൊല്ലം അദ്ദേഹം കോയമ്പത്തൂർ ജയിലിൽ കിടന്നു. അബ്ദുൽ നാസർ മഅ്ദനി അദ്ദേഹത്തിന്റെ പാർട്ടി നിലപാടിനോടോ ആശയത്തോടോ യോജിക്കുന്നൊരു സംഘടന ഒന്നുമില്ല ഞങ്ങള്.
ഞങ്ങൾക്ക് ഞങ്ങളുടേതായ റൂട്ട് വേറെയാണ്. പക്ഷെ ഞങ്ങൾ ചോദിക്കട്ടെ, 9.5 കൊല്ലം അയാൾ കോയമ്പത്തൂർ ജയിലിൽ കിടന്നു. അയാൾ അവസാനം കോടതി വെറുതെ വിട്ടില്ലേ? അതും വിട്ടു. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കൂടുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും പരോൾ കൊടുത്തു അല്ലേ? പരോൾ അനുവദിച്ചില്ലേ? അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ചില ആളുകളൊക്കെ മരിച്ചപ്പോ ഒരു പരോള് അനുവദിക്കാതിരിക്കാൻ കാരണം എന്തായിരുന്നു? ഇന്ന് സാക്കിർ നായിക്കിന്റെ കാര്യത്തിലും MM അക്ബറിന്റെ കാര്യത്തിലൊക്കെ സാമുദായിക സ്നേഹം പറയുന്നവരാണ് ചിന്തിക്കേണ്ടത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യത്തിൽ? എന്തേ ഈ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു വിലക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? അതിന്റെ കാരണം ഇനി ഞാൻ ചോദിക്കട്ടെ, അതവിടെ കഴിഞ്ഞു. അയാൾ കോടതിയിൽ നിന്ന് പിന്നെ ജയിലിൽ നിന്ന് വെളിയിലേക്ക് ഒരു വിചാരണ തടവുകാരനായിട്ടാണ് അദ്ദേഹം ഇത്രയും കാലം കിടന്നത്. നിങ്ങൾ അറിയിച്ചു നോക്കണം. വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടി പരപ്പന അഗ്രഹാര ജയിലിൽ കൊണ്ടുപോയി തളച്ചിട്ടു. ചോദിക്കട്ടെ ഞാൻ, എവിടെയായിരുന്നു? പക്ഷേ ഇന്നെല്ലാവരും വിമർശിക്കുന്ന ആളുണ്ടല്ലോ, ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഏണിയും കോണിയും വെച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയകളിലൂടെ അവഹേളിക്കുന്നുണ്ടല്ലോ. ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ചെരുപ്പ് നക്കുന്ന സ്വഭാവം എടുക്കുന്ന മുസ്ലിയാരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. അറിയണം നിങ്ങള്, മനസ്സിലാക്കണം നിങ്ങള്, ആ മുസ്ലിയാര് നിങ്ങൾ ആക്ഷേപിക്കുന്ന നേതാവ് ഈ പ്രസ്ഥാനത്തിന്റെ അധൈര്യനായ സാരഥി, ഇന്ത്യ രാജ്യത്ത് പകരക്കാരനില്ലാത്ത സമരക്കാരൻ സുൽത്താനുൽ ഉലമ ശൈഖുനാ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാരായിരുന്നു. ആ മനുഷ്യനായിരുന്നു കർണാടകയിൽ ചെല്ലാൻ, മുഖ്യമന്ത്രിയെ കാണാൻ, ആഭ്യന്തരമന്ത്രിയെ കാണാൻ, അവിടുത്തെ ഭരണകൂടത്തോട് അബ്ദുന്നാസർ മഅ്ദനി ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ കാര്യത്തിൽ സംസാരിക്കാൻ ഇന്ത്യയിൽ ഒരു മുസ്ലിം നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്ക്, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദായിരുന്നു. ഞാനിതെന്തിനാ പറഞ്ഞറിയോ? സമുദായ സ്നേഹം എല്ലായിടത്തും കാണുന്നതാണ്. പക്ഷെ സലഫിക്കൊരു പ്രശ്നം വന്നപ്പോ എന്തൊരു സമുദായ സ്നേഹം, എന്തൊരു സമുദായ സ്നേഹമാണ് അവരെ കാണിക്കുന്നത്. നാം കുടുംബം തിരൂരിന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞൊരു വാക്കിനെ ശ്രദ്ധിച്ചില്ലേ? SSFന്റെ സമ്മേളനത്തിൽ അത് പലർക്കും പറയുന്നുണ്ട്. എന്തേ പറഞ്ഞത്? ഇന്ന് സലഫികളെ താങ്കൾ ഒരു നാളെ കൈവിടേണ്ടി വരും. നിങ്ങളൊരു ഒരാഴ്ചക്കുള്ളിലുള്ള മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ലേ, മീഡിയകൾ ശ്രദ്ധിച്ചില്ലേ? താങ്ങിയ ആൾക്കാർ പറഞ്ഞതെന്താ? ഞങ്ങളങ്ങനെ തെറ്റിദ്ധാരണ വന്നുപോയി. എന്താ തെറ്റിദ്ധാരണ? ഈ UAPA ചുമത്തിയപ്പോ ഏകപക്ഷീയമായി എടുത്തപ്പോൾ ഇതിൽ പൊളിക്കൊണ്ടുവന്ന് തോന്നിയതാണ്. കണ്ടെങ്കിൽ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് UAPA ഏകപക്ഷീയമായി ചുമത്താൻ പാടില്ല. ഞങ്ങൾ വളരെ ശക്തമായി പറഞ്ഞല്ലോ. SYSന്റെ ഒക്കെ പിന്നെ റിപ്പോർട്ടുകൾ, മീറ്റിംഗ് റിപ്പോർട്ടൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. ഈ കേരളത്തിൽ തന്നെ ഒരാൾ പ്രസംഗിച്ചു. എന്തായാലും പ്രസംഗിച്ചത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത്. അപ്പൊ അയാൾ പറയാ അതിന്റെ കാരണം എന്താ വെച്ചാൽ പട്ടി പ്രസവിക്കുന്ന മാതിരി മലപ്പുറത്ത് പെണ്ണുങ്ങൾ പ്രസവിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്നാണ് ഞങ്ങളുടെ സംഘടനാ നിലപാട്. വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ സലഫി പ്രസ്ഥാനത്തെ ഞങ്ങൾ എതിർക്കാൻ നിങ്ങൾ ഒരു ഞങ്ങളെ ശത്രുക്കളാണ്, സംഘടനാപരമായ ശത്രുക്കളല്ല. ഒരു ആദർശത്തിന്റെ പ്രശ്നത്തിലാണ്. ഒരു നന്നാകണം എന്ന് ഞമ്മക്കും ആഗ്രഹം, പക്ഷേ ഇത് ഒരു ആദർശം കൈപിടിയണം. ഒരു നന്നാകണം എന്നുണ്ടെങ്കിൽ ആദർശം കൈപിടിയണം. ഇതിനെ നോക്ക് നിങ്ങൾ, ഇത്തിഹാദിൽ ഈ മൊയ്തു മൗലവി ദർഗ തകർത്തത് പറയുന്നില്ലേ? ഞാൻ എന്റെ മുസ്ലിം യുവാക്കളോട് ചോദിക്കട്ടെ, ഈ കേരളത്തിലെ സലഫി പ്രഭാഷകർക്ക് ചില പ്രശ്നങ്ങൾ വന്നപ്പോ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് മുഷ്ടി ചുരുട്ടിയ മുസ്ലിം യുവാക്കളില്ലേ? ഞാൻ ഓരോട് വിനയത്തോടൊരു കാര്യം ചോദിക്കുകയാണ്. ഓ എന്റെ സഹോദരാ, ഈ സലഫി ഭീകരതയുടെ ചരിത്രം നിങ്ങൾ വായിക്ക്. ആദ്യമായിട്ട് സലഫികൾ തകർത്ത മക്ബറ ഏതാണെന്നറിയുമോ? ആരുടെ ജാറമാ തകർത്തത്? അത് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയാ തകർത്തത്. എവിടെയാണ് ആ മക്ബറയുള്ളത്? ഉയൈനയിലാണ്. ആ മക്ബറ തകർത്തുകൊണ്ടാണ് സലഫികൾ ശ്മശാന വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഇനിയും ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാറം കാണാത്തവരാരാ ഉള്ളത്? മദീനയിലല്ലേ ആ ജാറമുള്ളത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖബർ ഷരീഫിന്റെ മുകളിലുള്ള അതിമനോഹരമായ പച്ചക്കുബ്ബയുണ്ടല്ലോ, ആ പച്ചക്കുബ്ബ ഞങ്ങൾക്ക് സൗദി അറേബ്യയുടെ ഭരണം കിട്ടിയാല് 2ാമത്തെ ദിവസം ഞങ്ങൾ അങ്ങ് അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞതാരാ? തെയ്യാല ടൗണിൽ നിന്നുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം ചെറുപ്പക്കാര് ആലോചിക്ക്. നിങ്ങളെ സംഘടനാ മെയിൻ്റെ ഏതോ ആകട്ടെ, നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, ആരാകത് പറഞ്ഞത്? അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായ ട്രംപാണോ പറഞ്ഞത്? അല്ലല്ലോ. ഈ രാജ്യത്തെ RSSകാരാണോ പറഞ്ഞതല്ലല്ലോ. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളാണോ പറഞ്ഞതല്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാരാണോ പറഞ്ഞതല്ലല്ലോ. കേരളത്തിലെ മുജാഹിദ് മൗലവിയല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഞങ്ങൾക്കങ്ങാന് സൗദി അറേബ്യയുടെ ഭരണം കിട്ടുകയാണെങ്കിൽ 2ാമത്തെ ദിവസം
എന്തിനാ രണ്ടാം ദിവസം കാത്തിക്കണത്? ഒന്നാം ദിവസം കയബ് പൊളിക്കണ്ടേ? ഒന്നാം ദിവസം കയബും പൊളിക്കണം, രണ്ടാം ദിവസം ജാറും തകർക്കണം. നിങ്ങൾ ആലോചിക്കും, ഇതാണ് ഈ ടീം. ഇനി നോക്ക് നിങ്ങൾ, ഈ കേരളത്തിലെ സുന്നികളെ കുറിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടെന്താ? മുസ്ലിം പ്രശ്നം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴൊന്നും മൊയ്ലിയേരെ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ വക കാര്യങ്ങൾ പറയേണ്ട സമയമല്ല. ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് പോലുള്ള കാര്യം ഇവിടെ കൊണ്ടുവരുമ്പോ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. വേണം വേണ്ടാന്നപ്പ ഞങ്ങൾ പറയണത്, ഒറ്റക്കെട്ടായി നിൽക്കണം. അതിന് ഒരു കാര്യം ചെയ്യണ്ടേ, ഈ സുന്നി കാഫറാണെന്ന് പറയുന്ന പണിയെങ്കിലും ഒഴിവാക്കണ്ടേ? എന്നാ അതൊന്നും പറയും ഒഴിവാക്കി. അത് പറയാൻ ആരുമില്ല, അതൊന്നും മിണ്ടാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പ്രശ്നം മുഴുവൻ വന്നിട്ട് ഞങ്ങൾ എത്ര സ്ഥലത്തുനിന്ന് ചോദിച്ചു. നാളെ ഇറങ്ങണ മലയാള പത്രത്തിൽ ഒന്നും വേണ്ട, ഒന്നായി നന്നായ ടീമും അല്ലാത്ത ടീമും ഒരവരി ഏതെങ്കിലും ഒരു പത്രത്തിൽ ഞങ്ങൾക്ക് ചില അബദ്ധം വന്നതാ. സുന്നി കാഫറല്ല, സുന്നി ശിർക്ക് ചെയ്യുന്ന മുശരിക്കല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ സുന്നികളെ കുറിച്ചൊക്കെ പോലും ഇവിടെ എഴുതി വെച്ചത് വായിക്കുകയാണെന്നുണ്ടല്ലോ. സൽസബിയിലുണ്ട് ഒരു വരി, വായിച്ചിട്ട് ഞെട്ടിപ്പോയി. എന്താ പറയുന്നറിയോ? സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ, നരകത്തിന്റെ നടുവിലേക്ക്. അതിന്റെ വക്കത്ത് കൂടിയല്ല, നരകത്തിന്റെ നടുവിലേക്ക്. അതുകൊണ്ട് സുന്നികളെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആയിക്കോളിയും. ഇങ്ങനെ ഒരു വരി സൽസബീലിൽ ഇല്ലാന്ന് പറഞ്ഞാല് ഞാൻ ഈ പണി പിന്നെ നിർത്തി നോക്കും. ഇത് കേട്ട് നിൽക്കുന്നവരാലോചിക്കും, ഇത് മുജാഹിദ് തിരുത്തണോ വേണ്ടേ? സുന്നിയാന്ന് പറയുന്നവര് ചിന്തിക്കും. ഇത് കേട്ടിട്ട് നിങ്ങൾക്കൊരു വേദന ഒന്നും തോന്നണില്ലെങ്കിൽ എന്നാ പിന്നെ നിങ്ങളെ സുന്നിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുന്നു. അത്ര എനിക്ക് പറയാൻ കഴിയും. ആ സുന്നിയത്തിൽ ഞമ്മക്ക് സംശയമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മഹാനായ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ, അല്ലാഹുവേ അവിടത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. കേരളത്തിലെ അഹ്ലു സുന്നയുടെ ആദർശ പടയാളി ആയിരുന്നില്ലേ ആ മഹാനായ മർഹൂം ഇ കെ ഹസൻ ഉസ്താദ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഒരു മനുഷ്യൻ മരിക്കാൻ പോകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് പാർട്ടിയാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും നല്ല വാക്കല്ലേ പറയാം, അല്ലേ? ഒരു നല്ല രീതിയല്ല സ്വീകരിക്കുക. എന്നാ അതേ സമയത്ത് ഒരു മുജാഹിദ് മൗലവി, ഉമർ മൗലവി, അയാൾ കത്ത് എഴുതി. കേട്ട് നിൽക്ക് സുഹൃത്തുക്കളെ, ആ എഴുതിയ കത്തിൽ എന്താ ഉള്ളതറിയോ? ഞങ്ങളുടെ ഹസൻ ഉസ്താദിന് എഴുതിയ കത്തില് ഇ കെ ഹസൻ മൗലവിക്ക് എഴുതിയ കത്ത് പറയാ, അസ്ലിം തുസ്ലം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ മുസ്ലിം ആയിക്കോളി, രക്ഷപ്പെടാൻ. നെഞ്ചത്ത് കൈവയ്ക്കൊണ്ട് ചിന്തിക്കും സുന്നികള്. ആരാ ഹസൻ മുസ്ലിയാര്? ഈ പ്രസ്ഥാനത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ പടയാളിയാണ്. എന്ത് തെറ്റാണ് ഹസൻ ഉസ്താദ് ചെയ്തത്? സുന്നി പറഞ്ഞു എന്നുള്ള തെറ്റല്ലേ? വഹാബി ശരിയല്ല എന്ന് പറഞ്ഞ തെറ്റല്ലേ? ആ വെറുപ്പ് മരണാസന്ന രോഗത്തിൽ കിടക്കുന്ന ഹസൻ ഉസ്താദിനോട് അവസാന സമയങ്ങളിൽ ഇവര് പ്രകടിപ്പിച്ചു മുസ്ലിങ്ങളെ. ഇതിന്റെ പേരിൽ ഉമർ മൗലവിക്ക് വിമർശനം വന്നു. അതിന് അയാൾ പറഞ്ഞ ഉത്തരണ്ട് ഓർമ്മകളെ തീരത്ത് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ. അയാൾ പറഞ്ഞെന്തറിയോ? ഹസൻ മൗലവിയുടെ വാക്കും പ്രവൃത്തിയും ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അയാൾ പച്ച കാഫറാണ്. നിങ്ങൾ ചിന്തിക്കും, ഇവരെ നമ്മള് എന്തിനാണ് സുന്നികളായ മുസ്ലിമീങ്ങളായ നമ്മള് മുസ്തലഫിക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾക്കാര് നിൽക്കണമല്ലോ? അത് മിണ്ടരുത്, ഓലെ കുറിച്ച് മിണ്ടരുത്. ഞാൻ പറയണ ആദ്യം സുന്നി മുസ്ലിമാന്ന് പറയാം, സുന്നി കാഫർ അല്ല എന്ന് പറയാം. നിങ്ങൾ എഴുതിയിട്ടുണ്ട്, എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശിർക്കാക്കിയ രീതി ഒന്നും രണ്ടും കോലത്തിലൊന്നല്ല. നിങ്ങൾ ഡോക്യുമെന്റ് ഇറക്കിയിട്ടില്ലേ പാണക്കാട് തങ്ങന്മാർക്കെതിരെ? ഇല്ല നിങ്ങൾ പറയും. ഞങ്ങൾ തരും ആ ഡോക്യുമെന്റ് നിങ്ങളെ കയ്യിൽ, ഇല്ലാന്ന് പറയും. ആ ഡോക്യുമെന്റിൽ ആരെ ഇറക്കിയത്? ജിദ്ദ ഇസ്ലാഹി സെന്റർ. ആ ഡോക്യുമെന്ററിയിൽ ഉള്ളതെന്താ? അറബിയിൽ അതിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അതൊന്ന് കിട്ടുമ്പോ നോക്കി. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുദങ്ങള് അദ്ദേഹം മന്ത്രിക്കുന്നത് കാണിക്കുക ഡോക്യുമെന്ററി. നൂലിങ്ങനെ മന്ത്രിക്കുന്നത് കാണിക്കുക. എന്നിട്ട് പറയാം ഇയാൾ ഖുറാഫിയാണ്. ഈ നൂല് വാങ്ങിക്കാൻ വേണ്ടി, ബർക്കത്തിന്റെ നൂല് വാങ്ങിക്കാൻ വേണ്ടി ലൈൻ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്, വെള്ളതൊക്കെ. ഇവർക്ക് ഇതൊക്കെ ചിർക്കണല്ലോ. അപ്പൊ പറയാം ഇതൊക്കെ തബറുക്കിന് വേണ്ടി വന്ന ഒന്നാം തരം ഖുറാഫിയാണ്. പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ ശരിക്ക് ചിത്രമൊക്കെ പകർത്തിയെടുത്ത് അറബ് രാജ്യങ്ങളിൽ ഈ തങ്ങന്മാരെ അപമാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കിയ ഡോക്യുമെന്ററി. ഇല്ലാന്നാണോ പറയാ? ആ ഡോക്യുമെന്ററി ഞങ്ങളാണ് തരാം. ജിദ്ദ ഇസ്ലാഹി സെന്റർ പുറത്തിറക്കിയ ഡോക്യുമെന്ററി. ഇങ്ങനെ എന്തെല്ലാം, എന്തിന്റെ പേരിലപ്പോ ഈ സുന്നി കാഫറായത്? സുന്നി മന്ത്രിക്കുന്നത്. പണ്ടൊക്കെ ഞമ്മക്കാകുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു? സുന്നികൾ മന്ത്രിക്കാന്നല്ലേ. എന്നപ്പം മുജാഹിദോ? അപ്പൊ മുജാഹിദ് ഭൂരിപക്ഷം മന്ത്രിക്കണവരായി. ഇനി കുറച്ചും കൂടി ആൾക്കാരെ മന്ത്രിക്കാൻ ബാക്കിയുള്ളൂ. എല്ലാരും മന്ത്രിക്കണവരായി. ഒരു കാലത്ത് ഇതിന്റെ പേരിലാണ് നമ്മളെ കാഫറാക്കിയത്. ഇന്ന് പോലും മന്ത്രിക്കണം.
ഇനിയിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയൂ, ഏലത്തിനെതിരൊക്കെ ഭയങ്കര ഉശിരം പ്രസംഗമൊക്കെ നടത്തും. അതൊന്നും കാര്യാക്കണ്ട. ഈ വല്ലാതെ തെരുവിൽ ഒച്ചുണ്ടാക്കിയിട്ട് ഏലത്തിന് കുറ്റം പറയണുണ്ടെങ്കിൽ ഓന്റെ അരന്ന് തപ്പിയൊക്കൊണ്ട് ഇറങ്ങി പോകുമ്പോ യാസും പണ്ടിന്റെ വലിപ്പത്തിനേക്കാളും വലിയ ഐക്യലായിട്ട് ഇതിനക്ക് വെറുതെ പറയാന്ന്. ഇനിയിപ്പോ സുന്നി കാപ്പറാണെന്തോണ്ടാ സുന്നി മൗലു തോന്നണുണ്ട് അല്ലേ, മാല ചെല്ലുന്നുണ്ട്. ഇതൊക്കെയല്ലേ ഇപ്പൊ ഞങ്ങൾ ആക്ഷേപിക്കണത്. സുഹൃത്തുക്കളെ, ഞങ്ങൾ ചെല്ലണ മാലല്ലേ മുഹിയുദ്ദീൻ മാല? ഞങ്ങൾക്കത് ചെല്ലാണ്ടാക്കി തന്നതാരാ നിങ്ങള്? മഹാനരായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവാൻ അവരെഴുതിയ മാലയാ മുഹിയുദ്ദീൻ മാല. അത് ഞങ്ങൾ ചൊല്ലിന്നുള്ള തെറ്റല്ലേ ഞങ്ങൾ ചെയ്യുന്നത് അല്ലേ? ഞങ്ങൾ മൗലൂദ് ഓതും. ഏതൊക്കെ മൗലൂദ് ഓതല്? ഞങ്ങൾ ഏറ്റവും അധികം ഓതുന്ന ഒരു മൗലൂദാണ് മങ്കൂസ് മൗലൂദ്. ഞങ്ങൾക്ക് ആ മൗലൂദ് എഴുതി തന്നാരറിയോ? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ് എഴുതി തന്ന മൗലൂദ്. ആ മൗലൂദിൽ തെറ്റുണ്ട്. ആർക്ക് തെറ്റ്? സൈനുദ്ദീൻ മഖ്ദൂമിന് തെറ്റ്. ആരാ തെറ്റുണ്ട് എന്ന് പറയുന്നത്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 കൊല്ലം അഫ്സൽമ പാസ്സായോ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, ഈ ലോകത്തിന്റെ ഒരു വിപരീതം. എന്തൊരു കഷ്ടം റബ്ബേ, ഇവരടിയിൽ നമ്മൾ ജീവിക്കാൻ വിധിക്കപ്പെട്ടില്ലേ? നിങ്ങൾ ചിന്തിക്ക് സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ ചിന്തിക്ക്. സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ മങ്കൂസ് മൗലൂദിൽ തെറ്റ് പറയുന്ന ആരെ? നിങ്ങൾ ജീവിതനുസരിച്ച് പോലും ഖുർആൻ ഓതാൻ അറിയാത്തവർ. നിസ്കാരത്തിന്റെ 14 ഫർള് തെറ്റാതെ ചെല്ലാൻ പറഞ്ഞ ഒരൊറ്റ ഒന്നിന് കിട്ടൂല. ഓല സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തെറ്റ് കാണാൻ നടക്കുന്നത്. എന്നിട്ട് എന്തൊക്കെയപ്പോ അതിൽ തെറ്റുള്ളത്? അതിൽ മഹാ തെറ്റുകൾ പലതുണ്ട്. അതില് മാസ്റ്റർ പീസായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് തുടങ്ങി തന്നെ സദസ്സായിട്ട് തുടങ്ങിയത്. എന്താ? ഒന്ന് എന്താ പറയുന്നത്? ഞാൻ കയ്യും കണക്കില്ലാതെ തെറ്റും കുറ്റൊക്കെ ചെയ്ത ആളാ നബിയെ. അതുകൊണ്ട് നിങ്ങൾ ഇന്റെ കാര്യത്തിൽ ഒന്ന് അള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്യണം. ഇവര് പറയുന്നത് പറയാൻ പറ്റൂല. ആരോ ഇവരോട് പറയാൻ പറ്റൂലെന്ന്? ഇവര് പറഞ്ഞോണ്ട് കാര്യം ഇസ്ലാമിൽ പറ്റൂലെന്നുണ്ടോ? അതാരാണ്? ഇവർ പറ്റൂല എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പറ്റാതാകല്? നിങ്ങൾ ചിന്തിക്കും. പരിശുദ്ധമായ മദീനയിൽ ചെന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറു ഷരീഫിന്റെ മുൻഭാഗത്ത് എഴുതി വെച്ചത് കാണാം. ഇന്നുണ്ടല്ലോ അവിടെ മനോഹരമായി രേഖപ്പെടുത്തി വെച്ചത് കാണാം. യാ ഖൈറമൻ തോഫീനത് ഇകാഹി അഅ്ളുമുഹു ഫത്വാബ മിൻ തീബിഹിൻ അൽഖാഉ വൽ അകമു നഫ്സിൽ ഫീബാ ഉലിഖാബ് ഇന്നന്ത സാദിഖുഹു ഫിഹിൽ അഫാ ഫീഹിൽ ജൂദു വൽ കറമു. ഇതാരാ ചൊല്ലിയത്? ആര് ചൊല്ലിയ വരിയാണ് മുഅ്മിനീങ്ങളെ? ഇത് ഇന്നും സൗദി അറേബ്യയില് പരിശുദ്ധമായ മദീനയില് മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ മുൻഭാഗത്ത് എഴുതി വെച്ചതാ. ആര് ചൊല്ലിയ വരികളാണിത്? ഒരു അഅറാബി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തേക്ക് അങ്ങ് വന്നു. എന്നിട്ട് അഅറാബി ഖബറിൽ കിടക്കുന്ന വഫാത്തായ നബിയെ വിളിച്ച് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നബിയെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ പറഞ്ഞതിന്റെ അർത്ഥം, പാപം ചെയ്തു പോയവർ നിങ്ങളെടുത്ത് വരണം, എന്നിട്ട് നിങ്ങളെടുത്ത് വെച്ചിട്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം, എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അള്ളാഹുവെ തൗബ സ്വീകരിക്കുന്നവരായി എത്തിക്കുമെന്ന് പടച്ചോൻ ഖുർആനിൽ പറഞ്ഞതാ. അതിന്റെ അടിസ്ഥാനത്തിൽ വന്നവരാ ഞാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാ. എന്റെ പാപങ്ങളൊന്ന് പുറത്തു തരാൻ പടച്ചോനോട് പറയണ നബിയെ. ഈ അഅറാബി ഇത് പറഞ്ഞിട്ട് ചെല്ലിയ വരിയാണ് ആ വരി. ആ വരിയാണ് ഇപ്പൊ അവിടെ എഴുതി വെച്ചത്. എന്തിനായിരിക്കും അത് അവിടെ എഴുതി വെച്ചാൽ? നിങ്ങള് സാധാരണ പള്ളിക്കലൊക്കെ എന്തിനാ ഇത്തികാഫിന് നീയത്ത് എഴുതിയേക്കല്? മറന്നിട്ടുണ്ടെങ്കിൽ ഓർക്കാനാ എന്നതുപോലെ അവിടെ എഴുതി വെച്ചെന്തിനാ? നിങ്ങള് മദീനത്ത് ചെന്ന അഥവാ അത് മറക്കുകയാണെങ്കിൽ ഓർത്ത് ചെല്ലട്ടെ എന്ന് കരുതിയിട്ടാ അവിടെ എഴുതി വെച്ചത്. അല്ല എന്തിനാ? ഇത് കണ്ടിട്ട് പാടരുത് എന്ന് വിചാരിക്കാൻ അവിടെ എഴുതിയേക്കല്? അല്ലല്ലോ, ഓർത്ത് ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതാണിപ്പോ വലിയ തെറ്റി. ഇതന്നെയല്ലേ ഇപ്പൊ ഞങ്ങൾ ഇസ്തഗബത്തൂലുള്ളത്. ഇനി അതേപോലെ മറ്റൊരു കുറ്റപ്പെടുത്തുന്ന വരി. എന്തിനാണ് ഈ സമൂഹത്തിൽ ഈ ആവശ്യമില്ലാത്ത ഈ ആരോപണങ്ങളൊക്കെ? എന്തിന്റെ പേരിലാ ഉമ്മത്തിനെ കാഫറാക്കുന്നത്, ശിർക്ക് ആരോപിക്കുന്നത്? അടുത്ത വരി എന്തറിയോ? ദുനിയാവിൽ വെച്ച് നബിനോട് ശഫായത്ത് തേടുന്നത് പാടില്ല. ദുനിയാവിൽ വെച്ചുകൊണ്ട് നബിതങ്ങളോട് ശഫായത്ത് തേടുന്നുണ്ട്, ഇത് പാടില്ല.
അതേതാ വരി? അശഫാഅത ഹബ്ലനാ ഫീ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇംലാഅയാ സയ്യിദി ഖൈറൻ നബി നാതേരെ അം നാദീനാ ശുഭാശയേകി തനിയേനാം നഷ്ടമായാൽ ഞങ്ങളിൽ നിത്യാകഷ്ടം തൂതരേ. ഇങ്ങനെ ഞങ്ങളോട് ശഫാഅത്ത് തേടാൻ മഹ്ദൂം തങ്ങൾ ഞങ്ങൾക്കൊരു വരി തന്നിട്ടുണ്ട്. ഇത് തെറ്റില്ല, ഇത് പാടില്ല എന്നല്ലേ പറയണത്. എങ്കിൽ ആ തെറ്റ് ഞങ്ങളെ പഠിപ്പിച്ചതാരൊക്കെ അറിയങ്ങള്? ആ തെറ്റ് ഞങ്ങളെ പഠിപ്പിച്ചതാരൊക്കെ? സ്വഹാബത്ത് തന്നെയാണ്. അതിന്റെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുണ്ടായി, നബിയെ എനിക്ക് ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് ചെയ്യണം. അപ്പൊ നബി എന്താ പറയേണ്ടത്? അനസ് ശഫാഅത്ത് എങ്ങനെ ഇവിടുന്ന് ചോദിക്കല്? അത് പറ്റൂല എന്ന് പറഞ്ഞോ? അന ഫായിൽ എന്നാ പറഞ്ഞ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അനസ് വിട്ടില്ലട്ടോ. മൂപ്പര് ചോദിച്ച ചോദ്യം എന്താ അറിയോ? പരലോക കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടാവും. അല്ല നബിയെ നിങ്ങൾ എവിടെ ഉണ്ടാകുക? നിങ്ങളോട് തേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഉണ്ടാകാന്ന് എനിക്ക് അറിയണ്ടേ? ആ സമയത്ത് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് അനസ് എന്നവരോട് പറയുകയാ, ഞാൻ സിറാത്ത് എന്ന പാലത്തിന്റെ അടുത്തുണ്ടാകും. അപ്പോഴും മനസ്സെന്നവർക്ക് സമാധാനം വരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബേ അവിടെ കണ്ടില്ലെങ്കിലോ? അപ്പോഴാണ് പറയുന്നത്, മീസാൻ എന്ന തുലാസിന്റെ അടുത്ത് ഞാൻ ഉണ്ടാകും. മഹാനായ അനസ് തങ്ങൾക്ക് സമാധാനം വരുന്നില്ല. മഹാനവറുകൾ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ ഹബീബേ അവിടെയും കണ്ടില്ലെങ്കിലോ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്, ഞാൻ ഹൗലുൽ കൗസറിന്റെ അടുത്തുണ്ടാകുന്നതാ. ഈ മൂന്നാലൊരു സ്ഥലത്തല്ലാതെ എന്നെ അന്വേഷിക്കേണ്ടതില്ല. അത് പറഞ്ഞപ്പോഴല്ലേ സമാധാനമായത്. അത് തന്നെയല്ലേ ഞങ്ങളും ചോദിക്കുന്നത്. ശരിക്കും ഇവര് പറയുന്ന ഇസ്ലാമൊക്കെ പച്ച നുണ പറയാം. നോണ പറയുന്നത് ഇസ്ലാം അവർ പറയുന്നത്. എന്നിട്ട് ഇതിന്റെ പേരിലൊക്കെ ഉമ്മത്തിനെ കാഫറാക്ക. എന്തിന്റെ കാര്യമല്ല? എന്തിന്റെ കാര്യം? ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തൊരു പ്രസ്ഥാനം എന്ന നിലക്കാണ് മഹാനായി AP ഉസ്താദിന്റെ പ്രസ്ഥാനം വിമർശിക്കപ്പെടാൻ കാരണം. ഞങ്ങൾ ഇതിൽ വിട്ടുവീഴ്ച ചെയ്തില്ല എന്നുള്ളത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ബിദഅത്തിന്റെ കക്ഷികളുമായി ഇത്രയും വലിയ തമാശ ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ സമസ്തൊക്കെ പഠിപ്പിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? ഞങ്ങൾക്ക് ആദർശം പറഞ്ഞു തരുന്നവരും ഞങ്ങളെ ഉസ്താദിനെ തിരുത്താൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സ്വന്തം ഒന്ന് ചിന്തിക്കുക. സ്വന്തം പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന വഖാബി ലയനത്തിന് പാർട്ടിയോട് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ഓരോന്നും ഞങ്ങളഞ്ഞ് ഒരു കാര്യം പഠിപ്പിക്കാൻ വരരുതെന്ന് പറയാം. ഞങ്ങൾക്ക് കേൾക്കും വേണ്ട ആ വക തമാശ ഒന്നും. ആ വക തമാശ ഒന്നും ഞങ്ങൾക്ക് കേൾക്കും വേണ്ട അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വക പ്രശ്നങ്ങളും കാര്യങ്ങളും മുഴുവൻ ഉണ്ടാകുമ്പോഴും തെരുവുകളിൽ വഖാബിസത്തെ എതിർക്കാനല്ല, എവിടെ നോക്കി നിങ്ങൾ എന്തെങ്കിലും ഒരു സുന്നി പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെ നമുക്ക് അത് പറയാം, ഇത് പറയാം, അതിനെങ്ങനെ കുറ്റപ്പെടുത്തും. ഈ പ്രസ്ഥാനം എന്ത് ചെയ്താലും ഇതിനൊരു കുറ്റം ആയിക്കോട്ടെ, ഞങ്ങൾക്ക് തൊട്ട് കുഴപ്പമില്ല. പക്ഷെ ചിലതൊക്കെ ഏറ്റെടുക്കുന്നത് വല്ല നല്ലത്. ഉദാഹരണത്തിന് മർക്കസ് ഒരു പെട്ടി ഇറക്കും. എന്താ പെട്ടി? ധർമ്മപ്പെട്ടി. ധർമ്മപ്പെട്ടി ആദ്യമായിട്ട് ഇറക്കുന്ന മർക്കസ ആവുന്നല്ല, എല്ലാവരും ഇറക്കലുണ്ട്. ധർമ്മം ചെയ്താൽ സ്വർഗം കിട്ടുന്ന എല്ലാവരും വിശ്വസിച്ചിട്ട് അതിന്റെ പൈസ ഇടല്ല. ആരും നരകം കിട്ടാൻ വേണ്ടി ഒരു ഉറുപ്പി ആരും ധർമ്മപ്പെട്ടിയിലിട്ട് ഇടലുമില്ല. അപ്പൊ പറഞ്ഞു സ്വർഗം കിട്ടാനൊരു മാർഗമാണ്. ഓ കിട്ടിപ്പോയി. അപ്പൊ ചിലര് പറഞ്ഞു, കണ്ടോ സ്വർഗത്തിക്ക് ഒരു പെട്ടി ഇറക്കിയിരിക്കണം. അപ്പൊ ഇവരെ വിചാരം എന്താ വെച്ചാൽ ഈ പെട്ടിന്റെ ഉള്ളിൽ നിന്ന് ആ സ്വർഗം കിട്ടുന്ന, അതിന്റെ ഉള്ളിൽ ഇരിക്കാനല്ല അത് പൈസ ഇടുമ്പോ നീയത്ത് നന്നായിട്ട് നിങ്ങൾ സ്വർഗം കിട്ടും. എന്താ സംശയമുള്ളത്? അവിടെ മുസ്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനല്ലേ, യത്തീം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനല്ലേ, ഖുർആൻ പഠിക്കാൻ പോയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. പക്ഷെ അതൊക്കെ നമുക്ക് ഹൈറായി. ഇതേ കാര്യം ആദ്യ പെട്ടി കുറച്ചേ പോയിരുന്നുള്ളൂ, പിന്നെ ഒരു പോക്കാണ്ട് പോയി. എമ്മാതിരി പോക്കാര്യങ്ങള് ഇപ്പൊ എത്ര ഉണ്ടാക്കിയിട്ടും തികയുന്നില്ല. ഓരോരുത്തരും ഇന്റെ നാട്ടിൽ എത്ര എണ്ണം വേണം. അപ്പൊ അൽഹംദുലില്ലാഹ് ഹൈറാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാക്കി പ്രചരിപ്പിക്കില്ല. ഇപ്പൊ മർക്കസ് ഒരു ഗേറ്റ് ഉണ്ടാക്കി. അപ്പൊ ഇനി ഞാൻ വിചാരിച്ചത് ഇതിന് മുന്നൊരു കുറ്റം പറയാണ്ടാവില്ല. അപ്പോഴും കുറ്റമുണ്ട്. അതിന്റെ കിതാബിന്റെ മേലിലല്ലേ, കിതാബിന്റെ മേല് കിതാബാണ് ഇരിക്കണൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ. എന്തൊക്കെ കേൾക്കുമ്പോ ജനങ്ങൾ എന്താ വിചാരിക്കണം? സുബ്ഹാന ജല്ല ജലാലു. പക്ഷെ ഇതെന്താ സംഭവം അറിയില്ല. ആകെ ഈ കേരളത്തിൽ മാത്രം യാത്ര ചെയ്താല് ഇങ്ങനത്തെ ഗേറ്റൊക്കെ ആദ്യമായിട്ട് കാണുമോ? അപ്പൊ ഇത് കണ്ടോ, കിതാബിനോട് കാണിച്ച അനാദരവാൻ തോന്നും. ലോകത്തു കൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് വലിയ അത്ഭുതം തോന്നൂല. കാരണം പല വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുന്നിലൊക്കെ ഉണ്ട് ഈ സംഭവങ്ങളെ. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്തെങ്കിലും ഒരു കുറ്റുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ട് നല്ലതല്ല പറയാ. കുറ്റം നോക്കി ഇങ്ങനെ ഇതൊക്കെ ഒരു കുറ്റ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് പടക്കപ്പെട്ട ഞങ്ങൾ പിന്നെ ഓരോന്നും മെയിൻറ്റെയിൻ ചെയ്യലില്ല. കാരണം എന്തിനാ വെറുതെ ഊർജം കളയുന്നത്? എന്തിനാ നമ്മൾ ആരോഗ്യം കളയുന്നത്?
നമ്മളെ പോലെ മെയിനും ചെയ്യലില്ല, അങ്ങനെ ഒരു കാര്യം പറയലില്ല. ആക്ഷേപിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരൊക്കെ പറഞ്ഞു AP ഉസ്താദ് പ്രായത്രയായി. ഇന്നലെ AP ഉസ്താദ് കുറ്റിയാടി സിറാജുൽ എപ്പം ചെന്നതാ ഉസ്താദ് അവിടെ, എത്ര ദിവസമായി, എല്ലാം കഴിഞ്ഞിട്ടാ തിരിച്ചു പോയി. നിങ്ങൾ ആലോചിച്ചു. സുബ്ഹാന ജല്ല ജലാലു. എന്താണ് AP ഉസ്താദ് ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റ്? ഉസ്താദ് കുറെ തെറ്റ് ചെയ്യുന്നുണ്ട്. കുറെ എത്തിയും കുട്ടികൾക്ക് ചോറ് കൊടുക്കണ വലിയ തെറ്റ് അല്ലേ? ഉസ്താദ് വലിയ തെറ്റ് ചെയ്യണപ്പോ കുറെ മുസ്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, കുറെ പല സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാണേ. AP ഉസ്താദൊക്കെ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ചെയ്യുന്ന സേവനങ്ങൾ ഈ കുറ്റം പറയുന്നവർക്ക് എന്താ ഉള്ളത്? ഒന്നും ഉണ്ടാവില്ല. ഒരു ആശുപത്രിയിലെ ഒരു വാർഡ് കിടക്കുന്ന ഒരു രോഗിക്ക് ഒരു നേരത്തെ ഗ്ലൂക്കോസ് വരെ വെറുതെ കൊടുക്കുന്നുണ്ടാവില്ല. വെറുതെ കുറ്റം പറഞ്ഞിറക്കും. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ, ആ വന്യരായ ഉസ്താദ് അവർകൾ ഇപ്പൊ കണ്ടോ, കോഴിക്കോട് കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഇടക്ക് മർക്കസിൽ നിന്ന് തന്നെ ഭക്ഷണം എത്തിക്കാറൊക്കെയുള്ള സ്ഥലമാണ്. അവിടെ ഉസ്താദ് ഒരിക്കൽ പോയപ്പോ ഒരു മനുഷ്യൻ ഉസ്താദിന്റെ കൈ പിടിച്ച് പറയുന്നറിയോ, ഉസ്താദേ 40 കൊല്ലായി ഞാൻ ഈ കട്ടുമ്മ കിടക്കാണ്. 40 കൊല്ലം മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല അങ്ങനെ ഒരു പരീക്ഷണം അയാൾക്ക് കൊടുത്തതാണ്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. 40 കൊല്ലം എന്ന് കേട്ടപ്പോ ഉസ്താദ് തിരിച്ചു ചോദിച്ചു, 40 കൊല്ലോന്ന് ചോദിച്ചിട്ട് ഉസ്താദിന്റെ കണ്ണിന്ന് വെള്ളം വീഴ. അങ്ങനെയാണല്ലോ മനുഷ്യന്മാരൊക്കെ. ആ സമയത്ത് ഉസ്താദ് കരയാന്ന് കണ്ടപ്പോ ഈ മനുഷ്യൻ, രോഗിയായി കിടക്കുന്ന മനുഷ്യൻ പറയാ, നിങ്ങൾ എന്തിനാ കരയണത്? 35 കൊല്ലം മുമ്പ് നിങ്ങൾ ഇവിടെ വന്നിരുന്നു. അന്ന് ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേ, ഞങ്ങളെ ദുനിയാവോ പോയി, ആഖിറമെങ്കിലും ഞങ്ങൾക്ക് നഷ്ടപ്പെടരുത്. ദുനിയാവിൽ ഞങ്ങൾക്ക് ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ. പക്ഷെ ഞങ്ങൾക്ക് നിസ്കരിക്കാനൊരു സൗകര്യം ഇവിടെ വേണം. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത്, അത് ഞാൻ ഏറ്റെടുത്തു, ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി തന്നതാണ് ആ സൗകര്യം. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നതറിയോ, ഉസ്താദേ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരൊറ്റ നിസ്കാരവും ഖളാ ആക്കിയിട്ടില്ല. എന്തിനായി വെറുതെ കുറ്റം പറയുന്നത്? മരിച്ചുപോയവരെ കുറ്റം പറയുന്നൊക്കെ ചിലർക്ക് എന്താ, ഈ കുണ്ടൂർ ഉസ്താദിനൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിറക്കി. ഇവരൊക്കെ ഏത് പള്ളി ദിവസം കിതാബ് ഓതിയത്? ആ താലീക്കട്ട ഇച്ചറ്റി മൂല്യന്മാരെ തോന്നിയാസം പറയാതെ വെറുതെ സമൂഹത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ചു, കുണ്ടൂർ ഉസ്താദ് എന്ത് തെറ്റാ കുണ്ടൂർ ഉസ്താദൊക്കെ ചെയ്തത്? ഞാൻ ഈ നാട്ടുകാരോട് പറയുന്നതൊക്കെ എന്തൊക്കെ സമൂഹം കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ നടക്കുന്ന റേഞ്ച് തമ്മിലല്ല. ഞങ്ങൾ ഞങ്ങളുടെ ആദർശം പറയും, അതിനപ്പുറം എന്തെങ്കിലുണ്ടോ? ഒരു വ്യക്തിഹത്യ ഞങ്ങൾ പറയുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ഉസ്താദ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞങ്ങളുടെ ഉസ്താദ് ഇപ്പൊ നോക്കി നിങ്ങൾ, ഈ അഹമ്മദിന്റെ മരണം ഞാൻ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാനോട് പറയാം. അദ്ദേഹത്തിന്റെ മരണം സത്യത്തിൽ ഈ രാജ്യം അദ്ദേഹത്തോട് അനാദരവ് കാണിച്ചു എന്നുള്ളത് സത്യമാണ്. എന്ന് പറഞ്ഞാൽ ഭരണകൂടം മരിച്ച ഒരു മനുഷ്യനെ മണിക്കൂറുകളോളം മരിച്ചില്ലെന്ന് പ്രചരിപ്പിച്ചു. എത്ര വലിയ ക്രൂരതയാണ് ആ വിഷയം. ആ വിഷയങ്ങൾ ആലോചിച്ചു. അതേ സമയത്ത് ഇവിടെ എന്തെങ്കിലും നമ്മൾക്ക് ഒരു മാനുഷിക പരിഗണന അല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഹജ്ജ് ഹൗസിൽ പോയി. അവിടുന്ന് ആ മയ്യത്തെടുക്കുന്ന സമയത്ത് ദുആ നേതൃത്വം കൊടുത്തു. ഈ പ്രായമൊക്കെ മറന്നിട്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് കണ്ണൂരിൽ ചെന്നു. അവരുടെ വീട്ടിലെത്തി. അവിടെ ഉസ്താദ് ദ്വാരക്കാൻ വേണ്ടി എത്തി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് എന്ന് പറയുന്നത്. ഓ എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മുസ്ലിം സമുദായം ചിന്തിക്കേണ്ട ഘട്ടങ്ങളാണിത്. ഈ അനാവശ്യമായ തെരുവ് യുദ്ധങ്ങളൊക്കെ നമ്മൾ നിർത്തിവെക്കണം. ഈ അനാവശ്യമായ ബഹളങ്ങളും ഒച്ചപ്പാടുകളും നിർത്തിവെക്കണം. ആരുടെയെങ്കിലുമൊക്കെ ദുനിയാവിന് വേണ്ടിയിട്ട് അവനാന്റെ ആഖിറം നഷ്ടപ്പെടുത്തരുതേ. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഹദീസിലുള്ളതാണ്, മിൻ ശർരിന്നാസി മൻസിലതൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ അബ്ദുൻ നദ്ഹബ ആഖിറതഹു ബിദ്ദുനിയാ വൈരിഹി. എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ ഗൗരവം? അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു വാക്കാണത്. മുത്തുനബി തങ്ങളുടെ ഒരു വചനമാണത്. ആരാന്റെ ദുനിയാവിന് വേണ്ടിയിട്ട് അവനാന്റെ ആഖിറം നഷ്ടപ്പെടുത്തല്ല. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, വാട്സപ്പ് ഉപയോഗിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഗീബത്ത് പറയുന്ന ഏറ്റവും വലിയ മേഖലയാ സോഷ്യൽ മീഡിയ. AP ഉസ്താദിനെ സാദാത്തുക്കളെ എത്രയാ കുറ്റം പറയുന്നത്, ആരൊക്കെ ഏതൊക്കെ രീതിയിലാ ആക്ഷേപിക്കുന്നത്. ഓ എന്റെ സഹോദരാ, ചിന്തിക്കടാ. ഈ നിക്കിയുണ്ടാക്കുന്ന മെസ്സേജുകളുണ്ടല്ലോ,
നിന്റെ കൈയിന്റെ വിരലുപയോഗിച്ചുകൊണ്ട് എഴുതിയുണ്ടാക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, AP ഉസ്താദിനെ മോശപ്പെടുത്തി എഴുതിയ വരികളുണ്ടല്ലോ, അതെല്ലാം നിന്റെ ചുമലിലുള്ള 2 മലക്കുകള് എല്ലാം നിരീക്ഷിക്കുകയാണ്, രേഖപ്പെടുത്തുകയാ. ഒരു തങ്ങളും ഒരു മൊയ്യേരും ഒരു മന്ത്രിയും ഒരു MLA-യും ഒന്നും ചെയ്യാത്തൊരു ലോകമുണ്ട്, അല്ലാഹുവിന്റെ പരലോകമാണ്. ആ പരലോകത്തങ്ങ് ചെല്ലുമ്പോ പരിശുദ്ധ ഖുർആൻ എടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹ് പറയുന്നില്ലേ, ഇഖ്റ കിതാബക്, വായിക്കടാ നിന്റെ ഗ്രന്ഥം നീ വായിക്കെന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രന്ഥം തരികയാണ്. 2 രീതിയിലാണ് ഗ്രന്ഥം തരുന്നത്. ഒന്ന് വലതേ കയ്യില, ഒന്ന് ഇടതേ കയ്യില. വലത് കയ്യില് കിതാബ് കിട്ടുന്നതാർക്കാ? സുഹൃത്തങ്ങൾ ചെയ്തവർക്കാണ്, സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കാ. ഇടത്തേ കയ്യില് കിതാബ് കിട്ടുന്നതോ മോശം ചെയ്തവർക്കാണ്. ഈ കിതാബ് കിട്ടിയിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കും. ഞാൻ നിങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ നോക്കും. എന്നിട്ട് നോക്കിയിട്ട് എന്താ പറയുന്നത്? മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു കിതാബാണ് റബ്ബേ, ഇതിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചുവല്ലോ എന്ന് നിലവിളിക്കുന്നു. അവിടെ ആരാ നമ്മളെ സഹായിക്കേണ്ടത്? ആരാണ്ടാകുക? എന്തിനാണ് ഈബത്തും തോന്നിയാസങ്ങളൊക്കെ? ഇതൊക്കെ നിർത്താനേ. ഈബത്ത് പറയും പോലെ മഹാപാപ ഈബത്ത് കേൾക്കലും. ഇനിയൊരു മനുഷ്യന്റെ മയ്യത്ത് പള്ളിക്കാട്ട് കൊണ്ടുപോയിട്ട് വെച്ചാല്, കബറിക്കണ്ട് ഇറക്കിയാല് ആ മയ്യത്ത് അനുഭവിക്കുന്ന ആദ്യ ഘട്ടേതാണ്. എന്താണ്? രാഷ്ട്രീയക്കാരാണെങ്കിലും ഏത് സംഘടനയിൽ പ്രവർത്തിക്കാനാണെങ്കിലും അല്ലേ, AP ഉസ്താദിനൊക്കെ മയ്യത്തേച്ച് കൊണ്ടുപോയവരൊക്കെ ആഖിറത്തൊക്കെ ബലി എല്ലാരും അല്ലേ. AP ഉസ്താദിന്റെ മയ്യത്ത് എന്നും പറഞ്ഞിട്ട് ഒരു കോലുണ്ടാക്കിയിട്ട് അങ്ങനെ ചവിട്ടിയിട്ട് നെഞ്ചത്തൊക്കെ അടിച്ചോരില്ലേ, ഓനൊക്കെ ആദ്യം മിന്നൽ വേഗതയിൽ സിറാത്ത് പാലാണ് വിട്ടിടക്കും വരിയാത്ര. ഇതൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് എന്തല്ല, നിങ്ങൾ അജ്ഞതയിലും വിവരക്കേടിലും മൂക്കത്ത് വിരൽ വെക്കുക. റബ്ബേ, ഇത്ര വിവരമില്ലാത്തൊരു കൗമാണല്ലോ കേരളത്തിലുള്ളത്, അല്ലാതെ എന്ത് പറയാൻ? സുഹൃത്തെ, ഇബ്നു മസ്ഊദ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, ഒരു മയ്യത്തങ്ങ് കബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ മയ്യത്ത് അഭിമുഖീകരിക്കുന്ന ഘട്ടമേതാണ്? എനിക്കും നിങ്ങൾക്കും മരിച്ച് പള്ളിക്കാട്ടിലെത്തിയാല് ആ കബറിൽ അനുഭവിക്കേണ്ടി വരുന്ന ആദ്യ ഘട്ടമേതാണെന്നാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു ആൻസർ. എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മഹാനായ ഇബ്നു മസ്ഊദ് എന്നവരോട് പറയാ, ആദ്യമായിട്ട് ഈ ചോദിക്കണം നിങ്ങളാ. എന്നിട്ട് പറയാ, ഒരു മയ്യത്തങ്ങട്ട് കബർക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു മലക്ക് വരും. ആ മലക്കാരറിയങ്ങള് റുമാൻ എന്ന് പറയുന്ന മലക്കാണ്. മുസ്ലിം ചെറുപ്പക്കാര് കേൾക്ക്, വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സാധാത്തുക്കളെ തെറി പറയുന്നവര് കേൾക്ക്, ആലിമീങ്ങളെ കുറ്റം പറയുന്നവര് കേൾക്ക്, ഈമാണ്ടങ്ങ കേൾക്ക്, ഈമാണ്ടങ്ങ കേൾക്ക്. ഇത് ഹക്കല്ലേ? സ്കൂല് പഠിപ്പിച്ചതല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് കളവ് പറയോ? എന്താ പറയുന്നത്? ഇങ്ങനൊരു മലക്ക് വരും. ആ മലക്ക് വന്നിട്ട് എന്താ നമ്മളോട് പറയാറിയോ? യാ അബ്ദുല്ലാഹ് ഉക്തുബ് അമലക്ക് എന്ന് പറയും. എന്താ ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ അടിമേ, അള്ളാഹിന്റെ അടിമേ, എഴുതണോ എന്റെ അമലൊക്കെ. അപ്പൊ അങ്ങനെ എഴുതേണ്ടി വരും ഏറ്റിക്കൊണ്ടേത്. അപ്പൊ അങ്ങനെ എഴുതേണ്ടി വരും തുള്ളിക്കാടിയത്. ആരാതൊക്കെ ഉണ്ടാകും അവിടെ ഏറ്റെടുക്കാൻ? ഇവിടെ പലരും സാറാക്കി തരാനും ചായ വാങ്ങി തരാനും അൽഫാം വാങ്ങി തരാനൊക്കെ ഉണ്ടാവും. ആരാ ഈ മണ്ണറ കൂട്ടിലുണ്ടാകും? കൂടെ ഒരുത്തനുണ്ടാവൂല, ഒരുത്തനുണ്ടാവൂല. ആ സമയത്ത് നിസ്സഹായനായിട്ട് ഈ മലക്കിനോട് മയ്യത്ത് പറയുന്നതെന്താ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിൽ നമുക്ക് കാണാം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, നിസ്സഹായനായി ഖബറിലെത്തിയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ഈ മലക്കിനോട് പറയുന്നത്, എഴുതാൻ എന്റെ കയ്യിൽ പേനയില്ല, ആ പേനയിൽ ഉപയോഗിക്കാൻ മഷിയില്ല, എഴുതി വെക്കാനുള്ള കടലാസ് എന്റെ കൈവശമില്ല, വെറും കയ്യോടെ വന്നവനാണ് ഞാനെന്ന് ഈ മലക്കിനോട് മയ്യത്ത് പറയുമ്പോ, സഹോദരങ്ങളെ, ഖബറിൽ വരുന്ന ഘട്ടമാണ് ഈ മലക്ക് മയ്യത്തിനോട് പറയുന്നത്. അഥവാ നാളെ ഖബറിലെത്തിയാല് ആ മലക്ക് നമ്മളോട് പറയും, എഴുതാൻ നിന്റെ കയ്യിലുള്ള പേന ഇന്നടാ, ഇന്ന് നിന്റെ കൈവിരലാണ് നിന്റെ പേനയായി ഉപയോഗിക്കേണ്ടത്. ആ കൈവിരലിൽ ആ നിനക്കുള്ള മഷിയേതാ? വായക്കകത്തുള്ള ഉമിനീരാ. ആ ഉമിനീരാകുന്ന മഷി ഉപയോഗിച്ച് പേനയാകുന്ന കൈവിരൽ കൊണ്ട് കഫൻ തുണിയാകുന്ന കടലാസിൽ എഴുതടാന്ന് പറഞ്ഞിട്ട് നമ്മെ കൂട്ടുകാര് ബന്ധുക്കൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ 3 കഷ്ണം തുണിയിലല്ലേ പൊതിയുന്നത്? ആ തുണിക്കഷ്ണത്തുനിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് പറയും, ഇതാ എഴുതിക്കോ പറയും.
ഒരു മന്ത്രി ഉണ്ടാവില്ല കേട്ടോ, രക്ഷപ്പെടുത്താൻ ഒരുത്തനും ഉണ്ടാവില്ല. അപ്പടെ ഇതല്ലേ വരും. ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാ മൂല്യന്മാര്. അണികളെ പഠിപ്പിച്ചു കൊടുക്കണ്ട, തോന്നിയാസം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കലേ. നമ്മുടെ സമൂഹത്തിൽ ജീർണത കൂടുക അല്ലേ? എന്തെല്ലാം വൃത്തികേടുകൾ, അതിനെ കുറിച്ച് വയന്നു പറഞ്ഞു കൊടുത്തു. അതില്ല. പരലോകാണെങ്കിൽ എഫീസാന്റെ കുറ്റാണ്. വിഷയത്തൊക്കെ മൂപ്പര് എന്തെങ്കിലും കണക്ട് ഉണ്ടാക്കി കൊണ്ടുവരും. പിന്നെ നിങ്ങൾ ചിന്തിക്ക്, എന്തിനു ഉസ്താദിന്റെ കുറ്റം? നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എത്ര പറഞ്ഞു എന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ ഈ സംഘടന തെരഞ്ഞെടുത്ത നിങ്ങളെ വയലുകെട്ടിട്ട് തെരഞ്ഞെടുത്തല്ല. ഞങ്ങൾ ഈ സംഘടനയിൽ ഏത് ത്യാഗം സഹിച്ച് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചെന്തറിയോ? ഞങ്ങളെ 7ലധികം പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിട്ടും മടിപതറിയിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കണം, ഏതെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ ഞങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പൂർവ്വസൂരികൾ ഇന്നും പല ഭാഗങ്ങൾ, എന്നിട്ടും ഞങ്ങൾ കുടുങ്ങിയിട്ടില്ല. ഞങ്ങൾ എന്തേ വിശ്വസിക്കണറിയോ? ദുനിയാവാണ്. ദുനിയാവ് മുഅ്മിനിന് ജയിലാന്ന് മുസ്ലിം പഠിപ്പിച്ചതാ. അന്ത്യനാളിൽ ജീവിക്കുകയാണെങ്കിൽ തീക്കട്ട കയ്യിൽ പിടിച്ച് ജീവിക്കേണ്ട പോലത്തെ ജീവിക്കേണ്ടി വരുന്നു മുസ്ലിം പഠിപ്പിച്ചതാ. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയും ക്ഷമാപൂർവ്വം നേരിടാനുള്ള കരുത്താർജിച്ചൊരു പ്രസ്ഥാനമാണ് ഈ അഹ്ലുസുന്നയുടെ പ്രസ്ഥാനം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു റൂട്ടുണ്ട്, ഞങ്ങൾക്കൊരു ലൈനുണ്ട്. ആ ലൈനിൽ റൂട്ടിലാണ് പോകും. അത് നിങ്ങൾക്കും അറിയാലോ. എത്ര കൊല്ലായി ഞങ്ങളെ കാണാൻ തുടങ്ങിയിട്ട്. എത്ര തെരുവ് നിന്നിട്ട് തങ്ക് പൊട്ടിച്ച് അലക്കാലും ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യില്ല, പരിഗണിക്കാൻ കൂടെ ഉണ്ടാവില്ല. ഞങ്ങളെ വയ്യേറ്റ് അങ്ങനെ പോകും. നിങ്ങൾ ചിന്തിക്കുക, ഈ മദ്രസ ഇപ്പൊ 409 റേഞ്ചിൽ സമ്മേളനം നടക്കുകയാണ്. ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഓലോട് ചോദിക്കും, അവരെ മുമ്പിൽ വരുന്ന മദ്രസയിലെ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ആലിമിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കും. എന്താ സുഹൃത്തുക്കളെ ചിലരൊക്കെ പറഞ്ഞു കൊടുക്കണം? എന്താ അതിന്റെയൊക്കെ ആവശ്യം? നിങ്ങൾ ചിന്തിക്കുന്ന സ്ഥലത്തിൽ കാരണവന്മാരില്ലേ? എന്താ അതിന്റെയൊക്കെ ആവശ്യം? എത്ര മഹല്ലുകളിലാണ് പ്രശ്നങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ മഹലുക്ക് ഒരു സമസ്തയും ശമ്പളം കൊടുക്കണില്ലല്ലോ. 2 സമസ്തയാണെങ്കിലും ഒരു സമസ്തയും ശമ്പളം കൊടുക്കണില്ല. നാട്ടുകാര് പിരിച്ചുണ്ടാക്കുന്ന പൈസ എന്താ അതിന്റെയൊക്കെ പേര്? നമ്മളെ നാട്ടിൽ ഇതിന്റെ പ്രശ്നങ്ങൾ. വിവിധ നാടുകളിൽ നിന്ന് വന്നെന്റെ ശബ്ദം കേൾക്കുന്നവരാലോചിക്കണം, എന്തിനാ അതിന്റെ പേരിലൊക്കെ നമ്മുടെ നാട്ടിൽ പ്രശ്നം? ബാപ്പിയും മക്കളും തെറ്റുക. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. ഒരു കുടുംബത്തിലെ പലരെയും തെറ്റിക്കുക. ഇതാ നമ്മൾ ചെയ്യുന്നത്. സംഘടന പലർക്കും പലതും ഉണ്ടാവും. ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന ഒരു നയമുണ്ട്. ആ നയത്തിൽ ഞങ്ങൾ പോകും. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സംഘടനയിൽ ചേരാൻ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു നയം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇന്ന് വരെ ഒരാളെ ആക്രമിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ ഒരുത്തരെയും കൊല്ലാൻ പോയിട്ടില്ല. ഞങ്ങൾ ഒരാളെയും ആ നിലക്ക് ഉപദ്രവിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, എന്നിട്ടും ഞങ്ങൾക്കെതിരെ കൊലവിളികൾ, കൂക്കുവിളികൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സദസ്സിലുള്ള യുവാക്കളോട് പറയുന്നത്, ഇതെല്ലാം ഇസ്ലാമിക ദഅ്വാ മേഖലയിൽ പ്രവർത്തിക്കുമ്പോ നമുക്ക് അനുഭവിക്കാനുള്ള കാര്യങ്ങളാണ്. നോക്കണം, നമ്മുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നമുക്കാകുമോ? നമ്മുടെ നാടുകളിലൊക്കെയും ജീർണത വർദ്ധിക്കുന്നതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു പോയില്ലേ? ഒരു ഭാഗത്ത് മദ്യപാനം കുട്ടികളിൽ വർദ്ധിക്കാണ്. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ ഇന്നൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു. എന്താണത്? സ്കൂൾ കുട്ടികൾക്ക്, ആര് പിടിച്ചതാന്ന് എനിക്കറിയില്ല, സ്കൂൾ കുട്ടികൾക്ക് സുബ്ഹാനല്ലാഹ് ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുകയാണ് ഈ നാട്ടിലെത്തിയ അന്യ സംസ്ഥാന തൊഴിലാളികൾ. ആ കുട്ടികളുടെ പ്രായം കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് അവർ 9ലോ 10ലോ ആണ് പഠിക്കുന്നതെന്നാ. മലപ്പുറം ജില്ലയാണല്ലോ കേരളത്തിൽ ഏറ്റവും അധികം ലഹരി ഉപയോഗിക്കുന്ന ജില്ലയായി ഇടക്കാലത്ത് വായിക്കേണ്ടി വന്നത്. എന്താ അതിന്റെ കാരണം? സംസാരിക്കുന്നത് ഞാൻ തയ്യാലയിലാണ്. ഇതിന്റെ വെളിപ്പാടകലയാണ് തിരൂരെന്ന് പറയുന്ന കൊച്ചു പ്രദേശം. എങ്ങനെയാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാരുടെ പറുദീസയായ മലപ്പുറം എങ്ങനെയാ ജീർണതകളിൽ ഇന്ന് ജീർണതകളിൽ ഒന്നായിട്ട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്? എവിടെ നോക്കിയാലും നിങ്ങൾ ചിന്തിക്ക്, നമ്മുടെ ചെറുപ്പക്കാരുടെ വഴിവിട്ട ജീവിതമല്ലയോ? മറ്റൊരു രംഗങ്ങൾ കണ്ടു. മറ്റൊരു രംഗം, ധാർമ്മികത നാട് നീങ്ങരുതെന്ന് നമ്മുടെ പ്രമേയം. മറ്റൊരു രംഗം കണ്ടുകൾ മലപ്പുറത്ത് പോയി നോക്കി. മലപ്പുറത്താണ് എല്ലാവർക്കും. ഞാൻ അടുത്ത് അരീക്കോട് ഭാഗത്തൊരു പരിപാടിക്ക് വരും. അതൊരു ബാപ്പ സങ്കടത്തോടെ പറയാം എന്റെ അടുത്ത്, എന്ത് സാറേ മക്കൾ പറയാ 4 മണിക്ക് ശേഷം ഞങ്ങളോടൊന്നും പറയരുത്. കളിയാണ് കളിയോട് കളി. ഞാൻ ഇപ്പൊ 2 ദിവസം മുമ്പേ കരുനാഗപ്പള്ളിയും കായംകുളത്തൊക്കെ പരിപാടിക്ക് വരും. ഞാൻ ഇവരോട് ചോദിക്കുകയും ചെയ്തു, അല്ല ഇവിടെ ഈ ഫുട്ബോളൊന്നുമില്ല? ഞാൻ അവിടെ ഒന്നും കണ്ടില്ല. 2 ദിവസം ഞാൻ അവിടെ ഇങ്ങനെ കറങ്ങുകയാണല്ലോ. അപ്പൊ ഇവര് നിങ്ങളെ നാട്ടിലത്തെ പ്രാന്തൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. ഞാൻ ഇനി കേൾക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മലപ്പുറത്ത് അരീക്കോട്, മഞ്ചേരി, കൊണ്ടോട്ടി, തിരൂര്,
പൊന്നാനി, ഇങ്ങനെ കുറെ സ്ഥലങ്ങളില്ലേ? ആ സ്ഥലങ്ങളിൽ നമ്മൾ മുസ്ലിം ചെറുപ്പക്കാരാലോചിച്ചോ? പണ്ട് കാലത്തൊക്കെ ബാങ്ക് വിളിക്കുമ്പോഴെങ്കിലും കളി നിർത്തിച്ചു പോന്നിരുന്നു. ഇന്ന് എന്താ അവസ്ഥ? പള്ളിക്കെന്ന് ഇങ്ങനെ ബാങ്ക് വിളിക്കുക, മൊല്ലാക്ക എന്താ വിളിച്ചു പറയുന്നത്? ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്നാ പറയുന്നത്. നിസ്കരിക്കാനാ ക്ഷണിക്കുന്നത്. റബ്ബിന്റെ ക്ഷണമല്ലയോ ചെറുപ്പക്കാരാ? ആരാണടാ ഉരുളുന്ന പന്തിന്റെ പിറകിൽ പായാ നിനക്ക് ശേഷി നൽകിയത്? ആരാ നിനക്ക് ആരോഗ്യം നൽകിയത്? നിന്റെ പ്രായത്തിലുള്ള എത്ര മക്കളാ ക്യാൻസർ പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ കഴിയുന്നത്? സഹോദരാ, മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്ക്, ക്യാൻസറിന്റെ വാർഡിലൊന്ന് നീ ചെന്ന് നോക്ക്. നമ്മുടെ സമപ്രായക്കാരായ എത്ര പേരാ ക്യാൻസർ ബാധിച്ചുകൊണ്ട് ശരീരം തളർന്ന് കിടപ്പിലായവര്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവല്ലയോ നമുക്ക് ആരോഗ്യം നൽകിയവൻ, പടച്ചവനല്ലയോ നമുക്ക് ശേഷി നൽകിയവൻ? എന്നിട്ട് ആ റബ്ബിനൊന്ന് ശുക്ർ ചെയ്യാൻ അല്ലാഹു അവന്റെ ഭവനമായ പള്ളിയിലേക്കൊന്ന് ക്ഷണിക്കുമ്പോ ഉരുളുന്ന പന്തിന്റെ പിറകില് ആർ തട്ടകത്തിച്ചുകൊണ്ട് പായുകയാ. ആരുടെ മക്കള്? വാരിയൻ കുന്നന്റെ മക്കള്, ആലിമുസ്ലിയാരുടെ മക്കള്, മമ്പുറത്തെ തങ്ങളെ മക്കള്, വെളിയങ്കോട് മറുക്കാതി തങ്ങളെ മക്കള്. ചെറുപ്പക്കാരെ ചിന്തിക്ക്, ആരാ നമുക്ക് ഈ സ്വരം തരുന്നത്? ആരാ നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഈ അനാവശ്യമായ കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നതാരാ? കഴിഞ്ഞ ലോക ഫുട്ബോളിന്റെ മാമാങ്കം നടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വിദേശ ചാനലുകൾ വന്നത് മലപ്പുറത്താ. അച്ചായന്റെ കോട്ടയത്തല്ല, കൊല്ലത്തല്ല, തിരുവനന്തപുരത്തല്ല, പത്തനംതിട്ടയിലല്ല. എവിടെയാ വന്നത്? മലപ്പുറം. എന്തിനാ വന്നത്? മലപ്പുറത്തെ ചെറുപ്പക്കാരുടെ കളിഭ്രാന്ത് ഒപ്പിയെടുക്കാൻ. ആരാ നമ്മളെ കുട്ടികളെ ഈ കോലത്തിലാക്കുന്നത്? ഇവിടുത്തെ മുസ്ലിം പത്രങ്ങളിൽ ചിലര് ഈ ലോക ഫുട്ബോൾ നടക്കുമ്പോ ഒരു സ്പെഷ്യൽ ടീച്ചറാ മലപ്പുറത്ത്, മണ്ണാങ്കട്ട. എന്താ ഈ പത്രങ്ങൾക്ക് കോട്ടയത്തെ എഡിഷൻ ഇല്ലേ? ഇവർക്ക് തിരുവനന്തപുരത്തെ എഡിഷൻ ഇല്ലേ? ഇവർക്ക് എന്താ അവിടങ്ങളിൽ എഡിഷൻ ഇല്ലേ? അച്ചായന്റെ മക്കള് പഠിക്കണമെന്നും മലപ്പുറത്തെ ഹാജിമാരുടെ പേരമക്കളും മക്കളും ഉരുളുന്ന ഒരു പന്തിന്റെ പിറകിൽ പാഞ്ഞ് ജീവിതം തുലയ്ക്കണമെന്നും ആരുടെ ആഗ്രഹമാണ്? പറയുമ്പോ യുവാക്കളിനെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ കളിക്കെതിരുന്നല്ല, കളിക്കാം, പക്ഷെ കളിക്കാരിയാക്കാൻ പാടില്ല. ചോദിക്കട്ടെ, ഞാൻ വിശുദ്ധ റമദാനിൽ ഫുട്ബോൾ മത്സരത്തിന്റെ മാമാങ്കങ്ങളുടെ വലിയ ആർഭാടങ്ങൾ വരുന്ന സമയത്ത് എന്താ നമ്മുടെ മുസ്ലിം മാപ്പിള കുട്ടിയുടെ അവസ്ഥ? തറാവീന് പള്ളിയിലുണ്ടോ? ഉണ്ടോ? റമദാൻ ലൈലത്തുൽ ഖദർ, ഏത് ദിവസവും ലൈലത്തുൽ ഖദർ പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട പുണ്യരാവുകളിൽ സ്ക്രീനിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ലഹരിയും നുണഞ്ഞുകൊണ്ട് ആർ തട്ടകസിക്കുന്ന ഒരു സമുദായത്തെ ആരാണ് ഇവിടെ വാർത്തുകൊണ്ടിരിക്കുന്നത്? ഇതിനെതിരെ പറയാൻ ആരാണുള്ളത്? ആരാണുള്ളത്? നിങ്ങൾ ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, നിങ്ങളേറെ സ്നേഹിച്ച വ്യക്തിയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചെന്നറിയോ? അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗത്തെ എണ്ണിപ്പറഞ്ഞപ്പോ പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിലായി വളരുന്ന യുവാക്കൾക്ക് അർശിന്റെ തണലുണ്ട്. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഒരിക്കലും നിസ്കാരം കലാ ആക്കി നിങ്ങൾ കളിക്കളത്തിൽ ആവേശം കാണിക്കരുത്. എന്താ നമ്മൾ കുട്ടികൾ കളിക്കുമ്പോ ധരിക്കുന്ന വസ്ത്രം ഇപ്പൊ കണ്ട നമ്മളൊരു പുതിയ കൾച്ചർ. ഏത് ചെറുപ്പക്കാരും ബൈക്കുമ്പോ പോകുകയാണെങ്കിലും ഒരു ട്രൗസർ. എവിടുന്നാ ഞമ്മക്ക് ഈ ട്രൗസർ സംസ്കാരം കിട്ടിയത്? സുഹൃത്തെ, ഒരു പുരുഷന്റെ ഔറത്ത് എത്രയാണ്? മുസ്ലിം യുവാക്കൾ എന്റെ സദസ്സിലുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, പുരുഷന്റെ ഔറത്ത് എത്ര? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചെന്താ നിങ്ങള്? ഇസ്ലാം പഠിപ്പിച്ചെന്താ നിങ്ങള്? മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം മറക്കണമെന്നാണ്. ഈ ഔറത്ത് കാണിച്ചിട്ട് ട്രൗസർ ഇട്ടിട്ട് തുടയും കാണിച്ച് കളിക്കുന്നത് ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. അതുകൊണ്ട് പൊന്നുമക്കളെ, നിങ്ങൾ ആ സംസ്കാരം പേറല്ല. എന്താ നമ്മളെ കുട്ടികളെന്നൊക്കെ കോലം രീതിയൊക്കെ? ഇവർക്ക് ഈ ഭ്രാന്തി, ഈ ലഹരി. കൊച്ചിയിലേക്കൊക്കെ സ്കൂള് മുടക്കിയിട്ടാ കുട്ടികൾ പോണത്, ജോലി ഒഴിവാക്കിയിട്ടാ പോണത്, കളി കാണാൻ, ആവേശം കാണാൻ. എവിടെ എത്തി നമ്മുടെ സംസ്കാരം? എവിടെ എത്തി? നിങ്ങൾ ചിന്തിക്കും. ബാങ്ക് പ്രശ്നമാണോ? ബാങ്ക് പ്രശ്നമുണ്ടോ? മഗ്‌രിബിന്റെ ഇടയിൽ നോക്കി നിങ്ങൾ അങ്ങാടികൾ, മഹല്ലുകളുടെ പരിസരങ്ങൾ. മഹല്ല് കമ്മിറ്റിക്കാർക്ക് ഉത്തരവാദിത്തമില്ലേ? ഉമറാക്കൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഉലമാക്കൾക്ക് ഉത്തരവാദിത്തമില്ലേ? എന്താ പള്ളിയുടെയൊക്കെ ഓരങ്ങളിലൂടെ നടക്കുനിങ്ങൾ, ഗ്രാമങ്ങളിലൂടെ നടക്കുനിങ്ങൾ. ബസ് സ്റ്റോപ്പുകളിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ, എല്ലാരും ഒട്ടകപ്പട്ടിന്റെ മാതിരിയാണ്. എല്ലാരുടെ കയ്യിൽ തോണ്ടിക്കൂട്ടുന്ന സാധനമാണ്. എല്ലാവരും അവരവരോട് ഇങ്ങനെ തടിയും താത്തിരി പരിപാടി.
അപ്പുറത്തുള്ളവനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. ജിയോ സിം വാരി വലിച്ചെറിഞ്ഞ് അല്ലേ അംബാനി, നമ്മളൊക്കെ വേഗം പൊട്ടി കൂട്ടി. വെറുതെ സിം കൊടുത്തത് എന്തിനാന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തിരിഞ്ഞല്ലായിരുന്നു. മൂപ്പര് പണം വെളുപ്പിക്കാൻ കണ്ട പണിയാണ്. അപ്പൊ മാർച്ച് വരെ കിട്ടിയില്ലേ, ഇനിയും കിട്ടിയെന്നൊക്കെ വരും. പക്ഷെങ്കിൽ ചിന്തിക്ക്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാന്നാ പഠനം തെളിഞ്ഞത്? എന്തിനാ തെളിഞ്ഞത്? അശ്ലീല വെബ്സൈറ്റുകൾ തുറക്കാൻ. ഞാൻ എന്റെ സദസ്സിലുള്ള യുവാക്കളോട് ഈ തയ്യാററൈജ് സമ്മേളനം ധാർമ്മികത നാടുനീങ്ങരുതെന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഉസ്താദുമാര് നടത്തുന്ന സമ്മേളനമാ. ഈ സമ്മേളനത്തിൽ വന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മക്കളെ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം യുവാക്കളെ, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണില് ഒരു അശ്ലീല വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അശ്ലീലമായ പിക്ചർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട ഈ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പറഞ്ഞ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ മഹാനരായ വൈലത്തൂര് തങ്ങളെ സ്മരിച്ച മജ്ലിസ, താജുൽ ഉലമയെ സ്മരിച്ച മജ്ലിസ, ആലിമീങ്ങളെ സ്മരിച്ച മജ്ലിസാണ്. ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഇല്ല, എന്റെ മൊബൈൽ ഫോണിൽ ഞാൻ ഒരിക്കലും ഒരു അശ്ലീല വീഡിയോ സേവ് ചെയ്യൂല, അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് തീരുമാനിക്കാതെ ഈ നഗരി വിട്ടുപോകല്ല യുവാക്കളെ. ഇനി മാത്രമല്ലടാ, ഈ അശ്ലീല വെബ്സൈറ്റുകൾ തുറന്നിട്ട് സദാസമയം നാട്ടപ്പാതിര നേരത്ത് പോലും കിടന്നുറങ്ങാതെ ഈ വെബ്സൈറ്റുകൾ തുറന്നുകൊണ്ട് വൃത്തികേടുകൾ കണ്ടാസ്വദിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചൊരു ഹദീസിലുള്ളതെന്താ? ഹറാമ് കണ്ടു വളരുന്ന കണ്ണുണ്ടല്ലോ, ഹറാമ് നിറക്കുന്ന കണ്ണുകള്, ആ കണ്ണുകളോടുകൂടെ എങ്ങും മരിച്ചുപോയാല് ആഖിറത്തിൽ വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നരകത്തിലുള്ള തീക്കട്ടകളാണടാ നിന്റെ കണ്ണിലേക്ക് നാളെ റബ്ബ് വലിച്ചെറിയുന്നതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൊബൈൽ സംസ്കാരം നമ്മുടെ പെൺകുട്ടികളെ ധാർമ്മികത എത്രത്തോളം തകർത്തു എന്ന് നിങ്ങൾ ചിന്തിക്കുക. മലപ്പുറത്തെ എത്ര മുസ്ലിം പെൺകുട്ടികളാ അന്യ സമുദായക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകുന്നത്? ആരാതിന്റെ ഉത്തരവാദികള്? ആരാ ഉത്തരവാദികള്? കല്യാണം ഉറപ്പിച്ചു, അടുത്ത ആഴ്ച കല്യാണ, ബാപ്പ എല്ലാരോടും കല്യാണം പറഞ്ഞിരിക്കണം, പന്തൂര് ഏൽപ്പിച്ചിരിക്കണം, ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തിരിക്കണം, ബാപ്പാനെ ഞെട്ടിച്ച് മഹലിനെ വിറപ്പിച്ച് അതാ പോണ് പെൺകുട്ടി. 17 വയസ്സായ മോളെ ഇറങ്ങിപ്പോവുക, 18 വയസ്സായ മോളെ ഇറങ്ങിപ്പോവുക. ആരെ കൂടെ? ഓൾക്കും അറിയില്ല. വെബ്സൈറ്റിലൂടെ പരിചയപ്പെട്ടതാ. ഓന്റെ തറവാടും അറിയില്ല, ഊരും അറിയില്ല, പേരും അറിയില്ല. എന്ത് ധൈര്യത്തിലാണ് ഈ ശബ്ദം ഉമ്മമാര് കേൾക്കുന്നുണ്ടെങ്കിൽ, സഹോദരിമാര് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന യുവതികളെ, എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക്? എങ്ങനെ കഴിയുന്നു? 10 മാസം ഗർഭത്തിൽ നിങ്ങളെ കൊണ്ടു നടന്ന ഉമ്മയെ അവഗണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ആ ഉമ്മ നിങ്ങളെ പ്രസവിക്കുമ്പോൾ അനുഭവിച്ച വേദന എത്രയെന്നറിയും? ഒരു ഉമ്മ പ്രസവ സമയത്ത് അനുഭവിക്കുന്ന വേദന ഒരു മനുഷ്യന്റെ ശരീരത്തിലെ 20 എല്ലുകൾ ഒന്നിച്ചു പൊട്ടുമ്പോഴുള്ള വേദനയാണ്. അതാ ഒരു ഉമ്മയുടെ പ്രസവ വേദന. എങ്ങനെയാ കഴിയുന്നത് ആ ഉമ്മയെ കണ്ണീരിലാക്കാൻ? എങ്ങനെയാണ് കഴിയുന്നത് ആ ഉമ്മയെ സങ്കടത്തിലാക്കാൻ? നിങ്ങളുടെ ബാപ്പ ഗൾഫിൽ കിടന്ന് നല്ല വെയിലുള്ള ചൂട് സഹിച്ചുകൊണ്ട് പൊന്നുമോളെ പട്ടിണി കിടന്ന് നിന്റെ വയറ് നിറച്ചു തന്നു, നിനക്കാവശ്യമായത് മുഴുവൻ തന്നു. ആ പൊന്നുപ്പയെ നീ സങ്കടത്തിലാക്കിയില്ലേ? ആരാണ് നിനക്ക് ഭക്ഷണം നൽകിയിരുന്നത്? ആരാണ് നിനക്ക് വസ്ത്രം നൽകിയിരുന്നത്? നീ ഇറങ്ങിപ്പോയ നിന്റെ കാമുകൻ എന്താണ് മോളെ നിനക്ക് നൽകിയിട്ടുള്ളത്? അവന്റെ പുഞ്ചിരിയിൽ നീ വഞ്ചന വായിക്കാൻ വൈകിപ്പോയല്ലേ? അങ്ങനെ വീട് വിട്ട് നീ ഇറങ്ങിപ്പോയി. അങ്ങനെ നിങ്ങൾ തമ്മിലുള്ളത് എല്ലാം കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയാണ്. ജഡ്ജി ചോദിക്കുന്നു, ഉമ്മയുടെ ഉപ്പയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, നീ ആരെ കൂടെ പോകാൻ ഇഷ്ടപ്പെടുന്നു? പേരും ഊരും മര്യാദക്ക് കൃത്യതയോട് അറിഞ്ഞിട്ടില്ല, എവിടെയോ ലോഡ്ജിൽ കറങ്ങി നടന്നതാ. ഓന്റെ കുടുംബം ഇവിടെ, തറവാടയുടെ നിനക്കറിയില്ല. എന്നിട്ട് നീ അവനെ ചൂണ്ടിയിട്ട് ഞാൻ ഇവന്റെ കൂടെ പോകാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലേ മോളെ? നീ ആലോചിക്കുക. അങ്ങനെ ഈ സമുദായത്തെ വേദനിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്ത പെൺകുട്ടികളുണ്ട്. നിങ്ങൾ അവരുടെ ചരിത്രം വായിക്കും. ഞാൻ അതേ മുസ്ലിം യുവതികളോട് പറയുന്നുള്ളൂ, നിങ്ങൾ വായിക്കുക അവരുടെ ചരിത്രം. ആ പെൺകുട്ടികളുടെ ഡെഡ് ബോഡിയാണ് ചാലിയാറിൽ പൊങ്ങിക്കിടക്കുന്നത്. ആ പെൺകുട്ടികളാണ് റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് കറിവേപ്പില പോലെ വലിച്ചെറിയുമ്പോ കാമുകൻ ആവശ്യമുള്ളത് നിന്നിൽ നിന്ന് കവർന്നെടുത്ത ശേഷം നീ വഴിയാധാരമാകുമ്പോൾ
ഏതെങ്കിലുമൊക്കെ റെപ്റ്ററിവുകളിലെ വേശ്യയായി നീ ജീവിക്കാൻ വിധിക്കപ്പെടുന്നുവെങ്കിൽ മോളെ ഇത് നീ ശരിക്കും ദുനിയാവിൽ നീ ആലോചിക്കേണ്ട തീരുമാനങ്ങളാണ്. അള്ളാഹുവിന്റെ പരലോകം നീ മറന്നുവല്ലേ? അദാബിനെ നീ മറന്നുവല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ. ആരാ ഉത്തരവാദികൾ? വയല് എന്ന് പറഞ്ഞ പേരിൽ എ പി ഉസ്താദിനെ കുറ്റം പറയാൻ മൂല്യന്മാർക്ക് ഒഴിവുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, എ പി ഉസ്താദിന്റെ കുറ്റം പറഞ്ഞെടുക്കാൻ ഒഴിവുള്ളൂ. പറഞ്ഞു കൊടുക്കും മൂല്യന്മാർ ഇത്തരം ജീർണതകൾക്കെതിരെ. നമ്മുടെ സമൂഹം മദ്യത്തിന്റെ പിറകിലാണ്, നമ്മുടെ സമൂഹം മയക്കുമരുന്നുകളുടെ പിറകിലാണ്. സുബ്ഹാന ജല്ല ജലാലു. ബസ് സ്റ്റോപ്പുകളിൽ ഇരുന്നു കൊണ്ട് ലഹരി നുണയുന്ന മക്കളുണ്ട്, ഹാൻസ് ചവക്കുന്ന കുട്ടികളുണ്ട്, പാൻപരാഗ് ചവച്ചു തുപ്പുന്ന മക്കളുണ്ട്. IT ക്യാമ്പസിലെ കുട്ടികൾ നാവിന്റെ താഴെ ഒട്ടിച്ചു വെക്കുന്ന ഒരു സാധനമുണ്ട്, LSD എന്ന് പറയുന്ന സാധനം. LSD നാവിന്റെ താഴെ ഒട്ടിച്ചു വെക്കുന്ന ഒരു സാധനം, ഒരു സ്റ്റാമ്പ് രൂപത്തിലുള്ള ഒരു സാധനം. 20 മണിക്കൂർ ആ മനുഷ്യനിൽ ലഹരി നിലനിർത്തുന്നത്. അത് നാവിന്റെ താഴെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് ചിന്തിച്ചു നോക്കും. ഞാൻ എന്റെ സദസ്സിലുള്ള യുവാക്കളോട്, ഈ ശബ്ദം കേൾക്കുന്ന യുവാക്കളോട്, അല്ലാത്തവരോട്, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദുർബല സാഹചര്യങ്ങൾ ലഹരി നുണഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ, ലഹരി എപ്പോഴെങ്കിലും ഉപയോഗിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, സഹോദര, അള്ളാഹ് വിലക്കിയതാണ്. നാട്ടിൽ ആരൊക്കെ ഉപയോഗിക്കാത്തത് ചോദിച്ചിട്ട് കാര്യമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 100-ാം വചനമാണ്. അതിൽ അള്ളാഹ് പറയുന്നതറിയോ? ഒരിക്കലും ധാർമ്മികതയും അധാർമികതയും സമമല്ല, നന്മയും തിന്മയും സമമല്ല. തിന്മയുടെ ആധിക്യം എത്ര അധികമുണ്ടെങ്കിലും ബുദ്ധിയുള്ള ആളുകളെ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് ഖുർആൻ പറയുന്നത്. ആരാപ്പ ലഹരി ഉപയോഗിക്കാത്തത്? ആരാന്ന് മിനിങ്ങാത്തത്? ആരാന്ന് ബിയർ ഉപയോഗിക്കാത്തത് എന്ന് ചിന്തിക്കല്ലേ യുവാക്കളെ. ക്യാമ്പസിൽ കൂടെ പഠിക്കുന്ന മിക്ക പേരും ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചെന്ന് വരാം. പക്ഷെ നീ കിടക്കുന്ന കബറിൽ നീ മാത്രമാണ്. നീ കിടക്കുന്ന കബറിൽ നീ മാത്രമാണ്. എന്താ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ മരിച്ചാൽ കിട്ടുന്നത്? ഇവിടെ ഉപയോഗിക്കുമ്പോ പല ആരോഗ്യ നഷ്ടം ഉണ്ടാവും, പല ആരോഗ്യ നഷ്ടം. ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല. SSF ഒക്കെ പാൻ മസാലകൾക്കെതിരെ ക്യാമ്പയിൻ നടത്തിയ സംഘടനയാണ്. അന്ന് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അതൊക്കെ ആരോഗ്യപരമായ ഭൗതിക ലോകത്ത് വരുന്ന കട്ടനഷ്ടങ്ങളാണെങ്കിൽ ആഖിറത്തിലേക്ക് വരുന്ന സമയത്ത് ദുനിയാവിൽ ഏത് തരത്തിലുള്ള ലഹരി വസ്തു ഉപയോഗിച്ചവനാണെങ്കിലും ആഖിറത്തിലേക്ക് വരുമ്പോ അവന് കുടിക്കാൻ കൊടുക്കുന്നൊരു വെള്ളമുണ്ട്. എന്റെ സദസ്സിലുള്ള യുവാക്കളെ, നിങ്ങളുടെ കൂട്ടുകെട്ടിൽ ആരെങ്കിലും ലഹരിക്കടിമകളാണോ? അവൻ ആൻസ് ഉപയോഗിക്കുന്നവനാണോ? അവന് പാൻപരാഗ് ഉപയോഗിക്കുന്നവനാണോ? അവന് ബിയറടിക്കുന്നവനാണോ? അവനോട് പറഞ്ഞു കൊടുക്കണേ, ആഖിറത്തിൽ അവന്റെ വായയിലേക്ക് ഒഴിക്കുന്നൊരു വെള്ളമുണ്ട്. ആ വെള്ളത്തെ സംബന്ധിച്ചുകൊണ്ട് റസൂല് പറഞ്ഞത് ദീനത്ത് ഹബാലിൽ നിന്നുള്ള വെള്ളമാണ്. ആ വെള്ളമാണ് പരലോകത്ത് ദുനിയാവിൽ ലഹരി ഉപയോഗിച്ചവനെ കുടിപ്പിക്കുന്നത്. അപ്പോഴാ സ്വഹാബാ കിറാം ചോദിക്കുന്നത്, ഏത് വെള്ളമാണ് യാ റസൂലല്ലാഹ് ദീനത്ത് ഹബാൽ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് സുദീദു അഹ്ലിന്നാർ, നരകത്തിലുള്ള മനുഷ്യരുടെ ശരീരത്തിൽ ഒന്ന് പൊട്ടിയൊലിക്കുന്ന ചീഞ്ചലമുണ്ടല്ലോ, ആ ചീഞ്ചലമാണ് ദീനത്ത് ഖബാറിലുള്ളത്. അതാണ് ദുനിയാവിൽ ലഹരി ഉപയോഗിക്കുന്നവനെ കുടിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അത് വായിലേക്ക് അങ്ങൊഴിക്കുന്നതോടുകൂടെ വയറ്റിലെത്തുന്നില്ല, അത് ഒരുങ്ങി ഒലിച്ചങ്ങ് പൊട്ടിയിട്ട് ചങ്കിലൂടെ പുറത്തേക്ക് ഒലിച്ചു പോവുകയാണ്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ ഏറ്റവും അധികം ലഹരിയുടെ പിറകിൽ പായുന്നത് നമ്മുടെ സമുദായത്തിലെ മെമ്പർമാരാണ്, മുസ്ലിം സമുദായത്തിലെ മെമ്പർമാരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതുപോലെയുള്ള ഒട്ടനവധി ജീർണതകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുമ്പോ അത്തരം ജീർണതകളിൽ ഈ സമുദായത്തെ കരകയറ്റുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സമ്മേളനങ്ങളൊക്കെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇരിക്കുന്നവരൊക്കെ ഒന്ന് എണീറ്റ് സദസ്സിന്റെ മുന്നിലേക്ക് വന്ന് വൈലത്തൂർ തങ്ങൾ പാപ്പാന്റെ പേരിലും താജുൽ മപ്പാപ്പാന്റെ പേരിലും അതേപോലെ ബഹുമാനപ്പെട്ട ഹുസൈൻ ഉസ്താദിന്റെ പേരിലും ഈ റേഞ്ചിൽ നിന്ന് തന്നെ പല മഹല്ലുകളിൽ നിന്ന് മദ്രസകളിൽ നിന്ന് പല ഉസ്താദുമാര് മരണപ്പെട്ടിട്ടുണ്ട്, മാനേജ്മെന്റ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവർക്കൊക്കെ വേണ്ടിയിട്ട് തെഹ്ലീൽ ചൊല്ലി വരക്കലാണല്ലോ. അതുകൂടെ കഴിഞ്ഞിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാവരും ഈ സദസ്സിന്റെ മുന്നിലേക്ക് വരിക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടങ്ങളിലൊക്കെ നിൽക്കുന്നവർ ഈ സദസ്സിലെ ദുആ
ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാം, അല്ലാത്തവർക്ക് പോകാം. എല്ലാ ആളുകളെയും സദസ്സിൽ നമ്മളൊക്കെ ബാപ്പമാര് മരിച്ച് കബറിലുണ്ട്, ഉമ്മമാര് മരിച്ച് കബറിലുണ്ട്, എത്രയോ ഉസ്താദുമാർ ഈ സദസ്സിലുണ്ട്. അൽഹംദുലില്ലാ, ഈ സമ്മേളനം ഇവിടെ വിജയിക്കുന്നതിന് വേണ്ടി എത്രയോ ദിവസങ്ങളായി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാര്, അവരൊക്കെ കഠിനാധ്വാനം ചെയ്തവരാ. ഇതിനൊക്കെ വേണ്ടി മാനേജ്മെന്റ് പ്രതിനിധികൾ, അവരൊക്കെ ഇതിനു വേണ്ടി സഹായിച്ചവരാ. അതേപോലെ നമ്മുടെ മദ്രസകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവരൊക്കെ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാ. ഉമ്മമാര് സഹായിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ഒക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഇവിടെ ദുആ ചെയ്യാൻ ഇവിടെ വേദിയിലുണ്ട്. തങ്ങൾ പെട്ടെന്ന് ദുആ കഴിഞ്ഞ് അവനെ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ നമ്മളെ കുട്ടികളെ നല്ല ശ്രദ്ധിക്കണം. സംഭവം നമുക്ക് എത്ര ശ്രദ്ധിച്ചു വളർത്തിയാലും ഒരു നേരം കുട്ടികളുടെ നേരെ കണ്ണു തുറന്ന് പിടിച്ചില്ലെങ്കിൽ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകാൻ. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, മണ്ണാർക്കാട് കുമരമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് UP സ്കൂൾ പഠിക്കുന്ന ഒരു സംഘം കുട്ടികളാ സ്കൂൾ വിട്ടുപോണത്. എന്തായിരുന്നു കാരണം? അവര് പിന്നെ സിഗരറ്റ് വലിച്ചപ്പോ അധ്യാപകൻ പിടികൂടിയാണ്. കുട്ടികളല്ലേ, ഇടക്കുന്ന സമുദായത്തിൽ അവർക്ക് അറിയില്ല അതിന്റെ നേരും നിറയും. അതുകൊണ്ട് മക്കള് പലപ്പോഴും പള്ളിയിൽ ഒരു നല്ല മജ്‌ലിസ് ഉണ്ടെങ്കിൽ കുട്ടികളെ കാണില്ല. എവിടെ നോക്കിയാലും ബസ് സ്റ്റോപ്പിലുണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് ഇരിക്കാനായിട്ട് ഇഷ്ടത്തുണ്ടാവും. നല്ല പുണ്യ രാവിലൊക്കെ കുട്ടികൾ. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലെ സ്വലാത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ മദ്രസകളിലൊക്കെ മഹദറത്തുൽ ബദരിയെ, അല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ മഹദറത്തുൽ ബദരിയെ മജ്‌ലിസ് ഉണ്ടാകുമ്പോ നമ്മൾ മാത്രം പോരാ, നമ്മളെ കുട്ടികൾ എവിടെയെന്നുള്ള ചിന്ത എപ്പോഴും നമുക്കുണ്ടാകണം. അവരെ കൂടെ ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളാക്കണം എന്ന് കൂടെ ഈ സമയത്ത് വേദനയോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഒരു ഭാഗത്ത് വിദഅത്ത് എല്ലാ അർത്ഥത്തിലും വളരാനുള്ള ശ്രമം നടത്തുക, മറ്റൊരു ഭാഗത്ത് ജീർണത, ഇതെല്ലാം ചെറുക്കേണ്ട ബാധ്യതയാണ് നമ്മിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രദ്ധേയമാർന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ റേഞ്ച് സ്ഥലങ്ങളൊക്കെ നടക്കുന്നത്. അല്ലാഹു തആല ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും സഹായിച്ചവർക്കും, പ്രത്യേകിച്ച് ചെറിയ ശമ്പളത്തിനാണ് നമ്മുടെ ഉസ്താദുമാരൊക്കെ സേവനം ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാലോ, ഒരു 5000 ഉസ്താദിന് ശമ്പളം കൊടുത്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് എന്താവാനാ? പല മാനേജ്മെന്റിന്റെ പ്രതിനിധികളും ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ നല്ല ശമ്പളം കൂട്ടിക്കൊടുക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു ഹോസ്പിറ്റലിലെ ബില്ലുകൾ കേട്ടാൽ ഞെട്ടിപ്പോലെ. ഒരു ഡോക്ടറെ ഫീസ് എത്രയായി, 1 കിലോ മീനിന്റെ വില എത്രയായി, 1 കിലോ അരിക്കെത്ര വിലയായി, ഇത് മൊയ്ലിയരല്ലേ, പള്ളിക്കത്തെ മൊയ്ലിയരല്ലേ, മദ്രസയിലെ ഉസ്താദല്ലേ, നിങ്ങൾ ഇത്ര തന്നാ മതി എന്ന് പറഞ്ഞാൽ ആരും ഒരു ഡിസ്കൗണ്ടും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഉസ്താദുമാരുടെ വീട് നിർമ്മാണോ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും സഹകരിക്കുന്നവരാണ്. സത്യത്തിൽ ഈ ചെറിയ ശമ്പളം എടുത്ത് ജീവിക്കുന്ന ഒരാള് ഒരു വീടൊക്കെ വെക്കേണ്ടി വരുമ്പോൾ പിന്നെ കഷ്ടപ്പാട്, ഒരു കല്ലിന്റെ വില എത്ര നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക. നമ്മൾ ചിലപ്പോൾ ഈ കൊടുക്കുന്ന 5000 6000 ഇതിൽ നിന്ന് അവരുടെ ചെലവുകളും മറ്റും ഒക്കെ കഴിഞ്ഞാൽ ഒരു മോളെ കെട്ടിക്കാൻ എന്ത് ചെയ്യും, ഒരു വീടുണ്ടാക്കാൻ എന്ത് ചെയ്യും? അൽഹംദുലില്ലാഹ് നാട്ടിലെ നല്ല ജനങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ലഭിക്കാറുണ്ട്. എല്ലാവരും ആ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധിച്ച്, എത്രയോ പാവപ്പെട്ട മുഅല്ലിമീങ്ങളുണ്ട്, രോഗികളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. ഈ കിട്ടുന്ന ശമ്പളം മുഴുവനും മരുന്നിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്ന പാവപ്പെട്ട ഉസ്താദുമാരുണ്ട്. ബാപ്പ രോഗിയ, ഉമ്മ രോഗിയ, ഒരാളോടും പറയുന്നില്ല സങ്കടം. കുടുംബത്തിലെ പലരും രോഗികളാ. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ആ വക കാര്യങ്ങളൊക്കെ നോക്കി കണ്ടറിഞ്ഞ് നമ്മുടെ സാന്ത്വന മേഖല അവരുടെ കാര്യത്തിൽ കൂടെ ശക്തിപ്പെടുത്തിയിട്ട് നമ്മൾ ഈ മേഖലയിൽ അവരെ ഉറപ്പിച്ചു നിർത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. നമ്മുടെ മക്കൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന വിളക്കുകളാണവർ. അവർ ഇവിടെ അണയാതെ നിലനിൽക്കേണ്ടത് ഈ സമുദായത്തിന്റെ ഒക്കെ ആവശ്യമാണ്. അല്ലാഹു തആല നമ്മുടെ മുഴുവൻ മുഅല്ലിമീങ്ങൾക്കും അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളിന് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. വീടില്ലാത്തവരിന് അല്ലാഹു വീട് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയൊക്കെ തങ്ങൾ പാപ്പ വരക്കും എല്ലാവരും തങ്ങളെ കയ്യിൽ ഒരു ചെറിയ സഹായം, ഇവരെന്താ പൈസ വേണമെന്ന് പറയാത്തറിയില്ല, ചെയ്യാൻ അറിയിച്ചാലും പൈസ ഉള്ള അറിയിച്ചാൽ അറിയാം. എന്നാലും ഒരു ചെറിയ സംഭാവന ഞമ്മക്കും വേണ്ട ഒരു കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറ്റുന്നവരുണ്ടെങ്കിൽ, ഞാൻ കുറെ ഉസ്താദുമാരാണുള്ളത്, അവരെല്ലാം
ഞാൻ പറയുന്നത് ഉള്ള ആളുകൾ ഒരു 100 റുപ്യ വലത്തെ കൈ ഇടത്തെ ഭാഗത്തുള്ള പോക്കറ്റിൽ തങ്ങൾപ്പാപ്പാന്റെ കൈ കൊടുക്കുക. നമ്മൾ മരിച്ചുപോയപ്പോക്കും ഉമ്മാക്കും വിഷമല്ലെങ്കിൽ കൊടുത്താൽ മതിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തങ്ങളെ കൈയൊന്ന് പിടിച്ചാൽ പോയിക്കൂടെ, അത്രയേ ഉള്ളൂ. ഇല്ലതെന്തായിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ആ സമയത്ത് ഇൻഷാ അള്ളാഹ് ഒരല്പം തഹ്ലീലും ചൊല്ലുക, എന്നിട്ട് അങ്ങോട്ട് ദുആ ചെയ്യാം. തങ്ങൾപ്പാപ്പ ഇൻഷാ അള്ളാഹ് ദ്വാരക്കും. അല്ലാഹു തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. ഉള്ളത് കൊടുക്കും. ബിസ്മില്ലാ ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إله إلا الله لا 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 إله إلا الله. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. اللهم اغفر لنا ذنوبنا وخطايانا جلها كلها يا أرحم الراحمين. اللهم اغفر مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما هللناه بعد القبول منا إلى حضرة حبيبك ورسولك سيدنا محمد المصطفى صلى الله عليه وسلم وإلى حضرة آل كل من الصحابة أجمعين ومن نبيناهم وقصدناهم يا أرحم الراحمين وإلى حضرة كتب الزمان السيد علوي المنبرمي قدس الله سر اللذيذ والسيد حسين الجفري لحضر به القرني قدس الله سر اللذيذ وإلى حضرة عاشق الرسول عبد القادر القادر القندوري قدس الله سر اللذيذ إلى حضرة حافظ أبو بكر مسليار ومسلمين قدس الله سر اللذيذ. اللهم إلى حضرة من نبيناهم وقصدناهم يا أرحم الراحمين رب زد لهم شرفا على شرفهم وفضلا على فضلهم وجاها على جاههم وكرامة على كراماتهم عندك يا رب العالمين وبحقوقهم وبكراماتهم لديك يسر لنا أمورنا. اللهم يسر عسيرنا وسهل أمورنا وقضي حوائجنا واشف أمراضنا ودفع بلياتنا وكشف كرباتنا طول أعمارنا مع الصحة والعافية مدة مديدة يا ذا الجلال والإكرام. اللهم اشف أمراضنا وأمراض مرضانا يا شافي الأمراض. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. യജമാനനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ്, ഈ സമ്മേളനത്തിന് ആരെല്ലാം എന്തെല്ലാം നിനക്ക് സഹായിച്ചിട്ടുണ്ടോ സഹകരിച്ചിട്ടുണ്ടോ മുഴുവൻ ആളുകളുടെയും മുറാദുകൾ നിനക്കറിയാം അള്ളാഹ്. എല്ലാത്തിനും ഒരു പരിഹാരം നീ കാണിച്ചു കൊടുക്കണേ അള്ളാഹ്. ഹൈറായ നിലക്ക് അവരുടെ മുറാദുകൾ എളുപ്പമാക്കി പൂർത്തിയാക്കി കൊടുക്കണേ അള്ളാഹ്. റാഹത്താക്കണേ